ഇത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാണ്ട്. ഓക്കെ. ഈ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് ഞാൻ തന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. നിങ്ങളുടെ ഷേപ്പ് ഫംഗ്ഷൻ ഡെറിവേഷൻ തന്നെ, പക്ഷെ വേറെ രീതിയിൽ ചെയ്യുന്നത് ത്രൂ നാച്ചുറൽ കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഐസോ പാരാമെട്രിക്കിന്റെ ഒരു ഡെറിവേഷനിൽ വളരെ യൂസ്ഫുൾ ആണ്, ഈ നാച്ചുറൽ കോർഡിനേറ്റ് വെച്ച് ചെയ്യുന്ന ഈ ഒരു ഷേപ്പ് ഫംഗ്ഷൻസ്. അതായത് നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻസ് ഡിറൈവ് ചെയ്തു ഇല്ലേ? നമ്മളിപ്പോ ഒരു ബാർ എലമെന്റ് ആണെങ്കിൽ ആ ബാർ എലമെന്റിന് നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻസ് n1 n2 എന്നൊക്കെ പറഞ്ഞ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് n1ന്റെ വാല്യൂ 1 - x/l ആണ്, n2യുടെ വാല്യൂ x/l ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അതിൽ നമ്മൾ 1 - x/l എക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? ഈ എക്സ് എന്ന് പറയുന്നതിന് നമ്മൾ കാർട്ടേഷ്യൻ കോർഡിനേറ്റ് എന്നാ പറയാ. ഓക്കെ, അല്ലെങ്കിൽ ഗ്ലോബൽ കോർഡിനേറ്റ് എന്ന് പറയും. കാരണം നമ്മുടെ ഗ്ലോബൽ ആക്സിസ് നമ്മൾ എന്താ പറയാ, എക്സ് വൈ സെഡ് അങ്ങനെയാണല്ലോ പറയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സ് വൈ എന്നൊക്കെ പറയുന്നത് ഗ്ലോബൽ കോർഡിനേറ്റ് ആണ്, അല്ലെങ്കിൽ കാർട്ടേഷ്യൻ കോർഡിനേറ്റ് ആണ്. അപ്പോ കാർട്ടേഷ്യൻ കോർഡിനേറ്റിലാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഷേപ്പ് ഫംഗ്ഷൻസ് ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്നത്. നാച്ചുറൽ കോർഡിനേറ്റ്സിലും നിങ്ങളുടെ അടുത്ത് ഷേപ്പ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ നോക്കി ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ നോക്കി വെക്കണം. ഈ ഡെറിവേഷൻ നോക്കണം, അടുത്തൊരു ഡെറിവേഷൻ നോക്കണം. സെയിം ആണ് കേട്ടോ, പ്രൊസീജിയർ ഒക്കെ നിങ്ങൾ ഷേപ്പ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുന്ന പോലെ തന്നെ, പക്ഷെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ആക്സസ് ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ നൊട്ടേഷൻ ഒന്ന് ചേഞ്ച് ആവും. എക്സ് യൂസ് ചെയ്തെടുത്ത് നമ്മൾ വേറൊരു നൊട്ടേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ആ ഒരു ലിമിറ്റിന്റെ ഒരു ഡിഫറൻസ് ആണ്. എല്ലാവർക്കും ഇത് കാണാൻ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ? അതായത് ഒരു ഡിസ്റ്റർബൻസും നിങ്ങൾക്ക് ഇല്ലല്ലോ? അതായത് ഞാൻ പ്രസന്റ് ചെയ്യുന്നതിലും ഞാൻ പറയുന്നതിലും എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഇസ് ഇറ്റ് ഫൈൻ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ എടുത്തു വെച്ചേക്കണം. ഷേപ്പ് ഫംഗ്ഷൻസ് യൂസിങ് നാച്ചുറൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഇൻ ടേംസ് ഓഫ് നാച്ചുറൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ആ പേപ്പർ നിങ്ങളുടെ കയ്യിൽ എടുത്തു വെക്കുക. എന്നിട്ട് ഈ ഡിറൈവ് ദ ഷേപ്പ് ഫംഗ്ഷൻ ഓഫ് 2 നോഡഡ് ബാർ എലമെന്റ് ടേക്കിംഗ് നാച്ചുറൽ കോർഡിനേറ്റ്സ് ആൻഡ് വേരീസ് ഫ്രം -1 to 1 എന്ന് പറയുന്ന ഈ ഒരു ഡെറിവേഷൻ ടിക്ക് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതിന്റെ ഉത്തരമാണ് ശരിക്കും നമുക്ക് ആവശ്യം. ഓക്കെ, പക്ഷേ ഈ ഡെറിവേഷൻ നിങ്ങൾ നോക്കി വെച്ചോളൂ. അഥവാ എന്തെങ്കിലും കാരണവശാൽ നാച്ചുറൽ കോർഡിനേറ്റ്സിൽ നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയാണ് ഷേപ്പ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ദിസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ പറയുന്ന പോലെ തന്നെ 2 നോഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം നോഡ് 1, നോഡ് 2. നോഡ് 1ഉം നോഡ് 2ഉം നിങ്ങൾ കൊടുത്തേക്കുന്നത് കാണാം. നമ്മൾ നേരത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് അല്ലെങ്കിൽ നമ്മുടെ കാർട്ടേഷ്യൻ കോർഡിനേറ്റിൽ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എഴുതുന്നത് എന്താ, എക്സ് ഈക്വൽ ടു 0, ഇവിടെ എക്സ് ഈക്വൽ ടു എൽ. അങ്ങനെയല്ലേ നമ്മൾ എഴുതിയിരുന്നത്? എക്സ് ഈക്വൽ ടു 0 എന്ന് നോഡ് 1ന്റെ അവിടെ എഴുതും, എക്സ് ഈക്വൽ ടു എൽ എന്ന് നോഡ് 2ന്റെ അവിടെ എഴുതും. അതിന് പകരം ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കി, നോഡ് 1ന്റെ അവിടെ -1, നോഡ് 2ന്റെ അവിടെ 1, നടുക്കായിട്ട് 0. ഈ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ നാച്ചുറൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എക്സ് ഈക്വൽ ടു 0നെ നമ്മൾ -1 ആക്കി മാറ്റി, എക്സ് ഈക്വൽ ടു എല്ലിനെ നമ്മൾ 1 ആക്കി മാറ്റി. അതായത് എന്റെ ലൈൻ എന്ന് പറയുന്നത് -1 to 1 ആണ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, -1 to 1 ആണ് അതിന്റെ പരമാവധി ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ലെങ്ത് ഓഫ് ദ ബാർ എന്ന് പറയുന്നത് നമ്മൾ പരമാവധി ലിമിറ്റ് ചെയ്യാണ്. -1 മുതൽ 1 വരെയാണ് അതിന്റെ വേരിയേഷൻ. അതിന് മാക്സിമം 2 എന്ന് പറയുന്ന നോഡിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 1 ആണ്. അതുപോലെ 1ന് ന്റെ എക്സ്ട്രീം 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, -1 മുതൽ 1 വരെ വേരി ചെയ്യുന്നു. മറ്റേ നമ്മൾ എന്തായിരുന്നു, 0 മുതൽ L വരെ വേരി ചെയ്യുന്നു, അങ്ങനെ എഴുതില്ലേ? ഇവിടെ -1 മുതൽ 1 വരെ വേരി ചെയ്യുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ -1 to 1 എന്ന് പറയുന്നത് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പാരാമീറ്റർ ആണ്. അത് നിങ്ങൾക്ക് ഫർദർ ഞാൻ പറയുമ്പോൾ ക്ലിയർ ആവും. ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഈ -1 to 1 അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ചിലപ്പോൾ. ഓക്കെ, അപ്പൊ ഇവര് ഷേപ്പ് ഫംഗ്ഷൻസ് വരച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നോഡ് 1ന്റെ അവിടെ n1ന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും 1 ആയിരിക്കും, നോഡ് 2ന്റെ അവിടെ 0 ആയിരിക്കും.
അതേപോലെ n2ന്റെ വാല്യൂ നോഡ് 2ന്റെ അവിടെ മാക്സിമം ആയിരിക്കും, നോഡ് 1ന്റെ അവിടെ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ സെയിം. ഇനി അവർ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ നോക്കുക. നിങ്ങൾ എഴുതിയിരിക്കുന്ന അതേ ഇക്വേഷൻ തന്നെ, ഒരേ ഒരു വ്യത്യാസമുള്ളൂ, എക്സിന് പകരം അവർ ഇങ്ങനെ ഒരു സൈ എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കി, ഇത് 2 നോഡേ ഉള്ളൂ. 2 നോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ എഴുതുമ്പോൾ ജനറൽ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതുമ്പോൾ 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സേ പാടും. ആ 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ് A1 ഉം A2 ഉം. ഓക്കെ, ഇത് α1 α2 പോലെ ഉണ്ടെങ്കിലും നിങ്ങൾ പഠിച്ചത് A1 A2 ആയതുകൊണ്ട് A1 A2 തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പൊ A1 + A2 ഇൻറ്റു എപ്സൈലൺ. നിങ്ങൾ സാധാരണ A1 + A2 എക്സ് എന്നാണ് യൂസ് ചെയ്യുക. അതിന് പകരം U = A1 + A2 ഇൻറ്റു എപ്സൈലൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതും ജനറൽ ഇക്വേഷൻ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാറ്, അതിനെ മെട്രിക്സ് രൂപത്തിൽ എഴുതും. 1 എപ്സൈലൺ ആൽഫ അല്ലെങ്കിൽ A1 A2 ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാറ്, ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും അല്ലെ. ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, സൈ ആണ് വേരി ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താ, നമ്മുടെ ഏറ്റവും ലെഫ്റ്റില് സൈന്റെ വാല്യൂ -1 ആണ്. ഓക്കെ, സൈന്റെ വാല്യൂ -1 ആണ്. അപ്പോ യുവിന്റെ വാല്യൂ, ഇവിടുത്തെ യു എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇറ്റ് വിൽ ബി U1. ഓക്കെ, സോ അതാണ് അവർ എഴുതിയിരിക്കുന്നത്. സൈനെ ഞാൻ -1 കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു U1. അതാണ് U1 എന്ന് എഴുതിയിട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 - 1 α1 അല്ലെങ്കിൽ A1 A2. ഇനി സൈന്റെ വാല്യൂ 1 ആവുമ്പോൾ, സൈന്റെ വാല്യൂ ഇവിടെ 1 ആണ്. ഓക്കെ, അപ്പോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു U2. അപ്പോ ഈ ഇക്വേഷനിൽ U2 ആവുമ്പോൾ ഈ സൈ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1. അങ്ങനെ ഒരു മെട്രിക്സ് ആക്കി, ബൗണ്ടറി കണ്ടീഷൻസ് അനുസരിച്ച് ഒരു മെട്രിക്സ് ആക്കി മാറ്റി. സെയിം അല്ലേ, നിങ്ങൾ നോക്കി ഷേപ്പ് ഫംഗ്ഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്യുമ്പോഴും ഇത് തന്നെയല്ലേ നിങ്ങൾ ചെയ്യാറ്. ഒരേ ഒരു വ്യത്യാസമുള്ളൂ, ഈ ബൗണ്ടറി കണ്ടീഷൻസ് ഒന്ന് മാറി, -1 ഉം 1 ഉം ആയി, അത്രേ ഉള്ളൂ. ഇതാണ് നാച്ചുറൽ കോർഡിനേറ്റ്സിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ, A1 A2 ഇത് നിങ്ങളുടെ കോർഡിനേറ്റ്സ് ആണ്, അതായത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഇതിനെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യണം. ഇതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഈ 1 - 1 1 1 ഉള്ളതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കും. അപ്പൊ എന്തായി, 1 - 1 1 1 ഇൻവേഴ്സ് U1 U2 എന്നായി. ഓക്കെ, A1 A2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതായി. അപ്പൊ ഇനി A1 A2 ഉള്ളിടത്ത് എനിക്ക് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന എവിടെയാണെന്ന് നോക്കിയോക്കെ. അതായത് ഇവിടെയാണല്ലോ എന്റെ ജനറൽ ഇക്വേഷൻ ഇരിക്കുന്നത്, ഇവിടെയാണ് എന്റെ A1 ഉം A2 ഉം ഇരിക്കുന്നത്. ആ A1 ഉം A2നെ ഐ ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ ദിസ് വൺ. അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതാണ് അവർ നെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം, 2x2 മെട്രിക്സ് ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 1 × 1 -1 × -1 അതെന്തായിരിക്കും, 1 + 1 അതായിരിക്കും 2. അപ്പോൾ 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് അത് 2 ആണ്. അതാണ് ഈ എഴുതി വെച്ചേക്കുന്നത് 1 + 1 കേട്ടോ. 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ഇൻടു മെട്രിക്സിനകത്ത് ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. എന്താ അത്, ഈ ഡയഗണൽ എലമെന്റ്, ഓക്കെ, അതായത് ഈ ആരോ മാർക്ക് കാണിക്കുന്ന ഈ ഡയഗണൽ എലമെന്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്യണം. ഇവിടെ ഉള്ള എലമെന്റിനെ ഇങ്ങോട്ട് ഇടണം, ഇവിടെ ഉള്ള എലമെന്റിനെ അങ്ങോട്ട് ഇടണം. ഇവിടെ 1 ആയതുകൊണ്ട് തന്നെ അത് സെയിം ആയിട്ട് അവിടെ കിടക്കും. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് എന്താ, ഈ ക്രോസ് ഡയഗണലിലെ ഈ എലമെന്റുകളെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. ഓക്കെ, നിങ്ങൾ നോക്കിയേ, കണ്ടോ, 1/2 × 1 1 -1 1 എന്നുള്ള രീതിയിലായിട്ട് മാറി. ഓക്കെ, സോ ആ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആ ഇൻവേഴ്സ് ഇൻറ്റു U1 U2 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്, ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാണാവുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഈ ഇൻവേഴ്സ് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മുടെ ജനറൽ ഇക്വേഷനിൽ. ഈ ജനറൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ A1 A2 എന്ന് പറയുന്നതാണ് ഇത്. അതിനെ നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിച്ചതാ ഇങ്ങനെയാക്കി മാറ്റി. അപ്പൊ ഇനി ഈ A1 A2നെ എനിക്ക് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ആ A1 A2 ഞാൻ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 എപ്സിലോൺ A1 A2 ആ ഇൻവേഴ്സ് അടക്കമുള്ള ആ വാല്യൂ ഞാൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 1/2 കോമൺ ആണ്. 1 × 1 psi × -1 അപ്പൊ എന്തായി, 1 - psi അതായിരിക്കും ഫസ്റ്റ് എലമെന്റ്, 1 - psi.
ഇനി അടുത്ത് 1 ഇൻറ്റു 1 പ്ലസ് ഐ ഇൻറ്റു 1, അതായത് 1 പ്ലസ് ഐ, അതാണ് സെക്കൻഡ് എലമെന്റ്. 1/2 കോമൺ ആയിട്ടുണ്ട്, ദാറ്റ് ഇൻറ്റു u1 u2. ഓക്കെ, അപ്പോ ഇനി ഈ 2വിനെ എനിക്ക് അകത്തെടുക്കാമെങ്കിൽ 1 മൈനസ് ഐ ബൈ 2 1 പ്ലസ് ഐ ബൈ 2 ഇൻറ്റു u1 u2, അതായിരിക്കും എൻ്റെ യു എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സം മെട്രിക്സ് ഇൻറ്റു എൻ്റെ എന്താ പറയുക നോഡൽ ഡിസ്പ്ലേസ്മെന്റ്സ്, വിച്ച് മീൻസ് ഇത് ഷേപ്പ് ഫംഗ്ഷൻ ആണ്. സോ n1 n2 ആണ് ഇത്, ആൻഡ് n1 is given by 1 minus i by 2 and n2 is given by 1 plus i by 2. നേരത്തെ 1 minus x by l 1 plus x by l എന്നായിരുന്നു, അല്ല സോറി 1 minus x by l എന്നായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഇവിടെ 1 minus i by 2 and 1 plus i by 2 എന്ന് കിട്ടി. ഇതാണ് ഇൻ ടേംസ് ഓഫ് നാച്ചുറൽ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇതൊക്കെയാണോ? ഇസ് ഇറ്റ് ഫൈൻ? ഇതൊക്കെയാണോ? ഹലോ, ഹലോ, ആ ഇതൊക്കെയാണോ? ആരെങ്കിലും എവിടെ? ഞാൻ പറഞ്ഞത് കേട്ടാ? നവാബ് പി എൻ, അനു കെ സി, ഓക്കെ ആണല്ലേ? ആ ശരി 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 ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെയിം വേ നമുക്ക് 2 നോഡഡ് ബാർ എലമെന്റിന്റെ നമുക്ക് നോക്കാം. സോറി 2 നോഡഡ് കഴിഞ്ഞു. ഇതാ ഈ സെക്കൻഡ് വൺ ടിക്ക് ചെയ്തോട്ടാ, അത് നിങ്ങൾക്ക് ആവശ്യമുള്ള. അപ്പൊ ഈ ഷേപ്പ് ഫംഗ്ഷൻ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. 1 മൈനസ് ഐ ബൈ 2 1 പ്ലസ് ഐ ബൈ 2 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ കേട്ടോ. നിങ്ങളുടെ ഐസോ പാരാമെട്രിക്കിൽ ഇത് ആവശ്യം വരുന്നുണ്ട്. ഐസോ പാരാമെട്രിക്കിന്റെ ഡെറിവേഷനിൽ ഈ രണ്ട് വാല്യൂസ് n1 is equal to n2 is equal to എന്നുള്ള ഇത് ആവശ്യം വരും കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ 3 നോഡഡിന്റെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, 3 നോഡഡ് ബാർ എലമെന്റ് ടേക്കിംഗ് നാച്ചുറൽ കോർഡിനേറ്റ്സ് ഫ്രം -1 to 1. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു നോഡ് 1 ഒരു നോഡ് 2, ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു നോഡ് കൊണ്ടുവരാണ്, അതതിന്റെ നടുക്ക് കൊണ്ടുവരാണ്. നിങ്ങൾ നോക്കി ഇവിടെ കാണാം, ഇവിടെ നടുക്കായിട്ട് ഒരു നോഡ് ഞാൻ ആഡ് ചെയ്യാണ്. പി എന്ന് പറഞ്ഞിട്ട് ഒരു നോഡ് നടുക്ക് കൊണ്ടുവരാണ് കേട്ടോ. അതായത് നോഡ് 1 ഇവിടെ, നോഡ് 2 ഇത് നടുക്ക്, നോഡ് 3. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഓരോ വാല്യൂസ് അവർ എഴുതിയിട്ടുണ്ട്. നോഡ് 1ന്റെ പൊസിഷൻ -1, നോഡ് 2ന്റെ പൊസിഷൻ 1, നോഡ് 3ന്റെ പൊസിഷൻ 0. അതായത് ഞാൻ ഒറിജിനെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാണ് എന്ന് സാരം. ഓക്കെ, സാധാരണ നമ്മുടെ ഒറിജിൻ എപ്പോഴും എവിടെയായിരുന്നു? ലെഫ്റ്റ് എക്സ്ട്രീമിലായിരുന്നു അല്ലെ? അതുകൊണ്ട് നമ്മൾ x ഈക്വൽ ടു 0 എന്ന് 1ന്റെ അവിടെ എഴുതുന്നത്. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഷേപ്പ് ഫംഗ്ഷൻ ഡെറൈവ് ചെയ്യുമ്പോൾ ഈ നോഡിനെ x ഈക്വൽ ടു 0 എന്നല്ലേ പറയാ. അതിനർത്ഥം ഒറിജിൻ അവിടെയാണെന്ന് അർത്ഥം, 1ന്റെ അവിടെയാണ് ഒറിജിൻ എന്നർത്ഥം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനെ നേരെ ഈ ലൈനിന്റെ സെന്ററിൽ കൊണ്ട് പുഷ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായി? ലെഫ്റ്റിലേക്ക് മൈനസും റൈറ്റിലേക്ക് പോസിറ്റീവും. എന്നിട്ട് നമ്മൾ അതിന്റെ വാല്യൂ ലിമിറ്റ് ചെയ്യാണ്, ലെഫ്റ്റിലേക്ക് -1 വരെ, റൈറ്റിലേക്ക് 1 വരെ. ഇങ്ങനെ നമ്മൾ ലിമിറ്റ് ചെയ്യാണ്. ഓക്കെ, കണ്ട, ഈ 3 നോഡഡ് ആയപ്പോഴും നമ്മൾ -1 to 1 ആയിട്ട് ലിമിറ്റ് ചെയ്തേക്കാണ്. നടുക്ക് 0, നടുക്കത്തെ നോഡ് 0 ആണ് കേട്ടോ. നോഡ് 1 ഇത്, നോഡ് 2 ഇത്, നടുക്കത്തെ നോഡ് 0. ഓക്കെ, അപ്പോ സൈന്റെ വാല്യൂ ആണ് ഈ എഴുതിയേക്കുന്നത്. സൈ ഈക്വൽ ടു -1, സൈ ഈക്വൽ ടു 0, സൈ ഈക്വൽ ടു 1. ഇവിടെ എക്സ് ഇല്ല കേട്ടോ. എക്സിന് പകരം നമ്മൾ പുതിയൊരു കോർഡിനേറ്റ് കൊണ്ടുവരാണ്, സൈ എന്ന് പറയുന്നത്, നാച്ചുറൽ കോർഡിനേറ്റ്. ഓക്കെ, അപ്പൊ ഇനി ബാക്കി വരുന്ന സ്റ്റെപ്പ് ഒക്കെ സെയിം തന്നെയാണ്. നിങ്ങൾക്കറിയാം, 3 ലോൺ ആണെങ്കിൽ നിങ്ങളുടെ ജനറലൈസ്ഡ് ഇക്വേഷൻ എന്തായിരിക്കും? u is equal to a1 plus a2 psi, a2 എക്സിന് പകരം കേട്ടോ, പ്ലസ് a3 psi സ്ക്വയർ. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇക്വേഷൻ അല്ലെ? a1 plus a2 psi plus a3 psi സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഇക്വേഷൻ. അപ്പോ ആ ഇക്വേഷനെ ഞാനൊരു മെട്രിക്സ് രൂപത്തിൽ എഴുതുകയാണ്. ഓക്കെ, മെട്രിക്സ് രൂപത്തിൽ എഴുതി. ഇവര് ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് മെട്രിക്സ് രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇതിനെ മെട്രിക്സ് രൂപത്തിൽ ആദ്യം സ്പ്ലിറ്റ് ചെയ്യില്ലേ? അതായത് 1 psi സ്ക്വയർ ഇൻറ്റു a1 a2 a3, അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അവർ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് അവർ എഴുതിയേക്കാണ് കേട്ടോ. അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എഴുതില്ലേ,
1 സൈ സ്ക്വയർ, അങ്ങനെ ഒരു റോ മെട്രിക്സ് എഴുതും. അതേ ഇൻറ്റു A1 A2 A3 എന്ന് പറഞ്ഞിട്ട് ഒരു കോളം മെട്രിക്സ് എഴുതും. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടില്ല, ബട്ട് നോ പ്രോബ്ലം, നമുക്ക് അതിപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. ഇനി അവർ നെക്സ്റ്റ് ചെയ്തേക്കുന്നത് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. അതായത് ആദ്യം ഫസ്റ്റ് പോയിന്റ് U1 ആണ്, അതായത് U1 എന്ന് പറയുന്ന പോയിന്റ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. 1 എന്ന് പറയുന്ന പോയിന്റ് അവിടെ എന്താണ്, സൈഡ് വാല്യൂ -1 ആണ്. അപ്പോ ഈ ഇക്വേഷനിൽ സൈന് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ -1 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോ 1 ആയിരിക്കും, ഇവിടുത്തെ കോഎഫിഷ്യന്റ് 1 ആണ്. പിന്നെ സൈന് ഇവിടെ -1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ -1 ആയി. ഇവിടെ സൈന് -1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -1 ഹോൾ സ്ക്വയർ 1 ആയി. നിങ്ങൾ നോക്കി, 1 -1 -1 ഹോൾ സ്ക്വയർ കേട്ടോ. അപ്പൊ U1 എന്ന് പറയുമ്പോൾ സൈ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ -1 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇവിടെ 1 തന്നെ, ഇവിടെ സൈന്റെ വാല്യൂ -1 ആണ്, സോ -1. ഇവിടെ സൈന്റെ വാല്യൂ സൈ സ്ക്വയർ ആണ്, സോ -1 സ്ക്വയർ, അത് 1 ആയി. ഇനി നമുക്ക് നോഡ് 2ലേക്ക് പോവാം, U2 കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, U2ന്റെ അവിടെ നിങ്ങളുടെ സൈയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ 1, ഓക്കെ, സൈന്റെ വാല്യൂ 1, അത് ഇവിടെ ഇട്ട് കൊടുക്കാം. സൈ സ്ക്വയറിന്റെ വാല്യൂ 1 ആയിരിക്കും, അത് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് മൂന്നാമത്തെ നോഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സൈന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, സോ 1 സൈ ഉള്ള ഇടങ്ങൾ ഏതൊക്കെയാ, ഇതും ഇതും, അത് രണ്ടും 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ മെട്രിക്സ് രൂപത്തിൽ കിട്ടും. ഓക്കെ, അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് മെട്രിക്സ് ആയിട്ട് കിട്ടി, U1 U2 U3, ഈ ഒരു മെട്രിക്സ് ഇൻറ്റു A1 A2 A3. അപ്പൊ നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് ബാക്കിയൊക്കെ സെയിം തന്നെ. A1 A2 A3 നമുക്ക് ആവശ്യമില്ല. അപ്പൊ A1 A2 A3 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു, ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുക, 1 -1 1 1 1 1 1 0 0, ഇതിന്റെ ഇൻവേഴ്സ് ഇൻറ്റു U1 U2 U3 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇൻവേഴ്സ് ഇത്രയുള്ളൂ, 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് എഴുതണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്ജോയിന്റ് മെട്രിക്സ് കണ്ടുപിടിക്കണം. അതിന് മുമ്പ് കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ച് അതിന്റെ ട്രാൻസ്പോസ് എടുത്താണ് അഡ്ജോയിന്റ് മെട്രിക്സ് കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ആയിട്ടിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഇൻവേഴ്സ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിന്റെ ഇൻവേഴ്സ് വാല്യൂസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരമാണ് ഈ കാണുന്നത് കേട്ടോ. 1/2 0 0 2 -1 1 0 1 1 -2 എന്നെനിക്ക് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഇൻവേഴ്സ് മെട്രിക്സ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, A1 A2 A3 എന്ന് പറയുന്നതിന് ഈ ഇൻവേഴ്സ് മെട്രിക്സ് വെച്ച് ഇത് ചെയ്യാം. ഇൻവേഴ്സ് മെട്രിക്സ് ഇൻറ്റു ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ ഇ എന്തായിരിക്കും നമുക്ക് ആർക്കെങ്കിലും പറയാമോ? വാട്ട് ഇസ് ദിസ് ഡെൽറ്റ ഇ? എന്തായിരിക്കും ഈ ഡെൽറ്റ ഇ? നിങ്ങളുടെ ഇതുവരെയുള്ള ഡെറിവേഷൻ വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുണ്ടോ എന്താ ഈ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ഇത് A1 A2 A3യുടെ റീപ്ലേസ്മെന്റ് ആണ് എഴുതിയിരിക്കുന്നത്. A1 A2 A3 is equal to 1/2 into E matrix into delta I എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ്. കറക്റ്റ്, ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ആയിരിക്കും U1 U2 U3 എന്ന് പറയുന്ന സംഭവമാണ് ഇത് കേട്ടോ. അപ്പോ അതാണ് ഈ എഴുതി, ഞാൻ ഷോർട്ട് ആയിട്ട് എഴുതിയതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. എവിടെ? നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ഇല്ലേ, U is equal to alpha plus A1 plus A2 epsilon plus A3 epsilon square. ഇതിനെ നമ്മൾ മെട്രിക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ 1 epsilon epsilon square A1 A2 A3. അത് ഇവിടെ അവർ കൊണ്ട് എഴുതി വെച്ചേക്കണം. നമുക്കിത് ആദ്യമേ എഴുതണമായിരുന്നു കേട്ടോ, ഇവിടെ എഴുതണമായിരുന്നു. ഇവിടെ എഴുതിയാൽ നിങ്ങൾക്ക് ഇത് നേരത്തെ ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അപ്പോ ഈ ഒരു ഫോർമാറ്റിലാണ് A1 A2 A3നെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. A1 A2 A3നെ ഇത് വെച്ച് നമുക്ക് ഈ ഇൻവേഴ്സ് ഇൻറ്റു U1 U2 U3 വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1/2 കോമൺ ആയിട്ട് ഉണ്ട് പുറത്ത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലത്തെ ഉത്തരത്തിൽ ഒരു 2 ഡിവൈഡഡ് ബൈ താഴെ വരും കേട്ടോ. ഇവിടെ ഇപ്പൊ 2 പോകാൻ കാരണം എന്താ അറിയോ? കണ്ടോ, നിങ്ങളുടെ മൂന്നാമത്തെ എലിമെന്റ് നിങ്ങൾ എഴുതുമ്പോൾ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, സൈനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, സൈ സ്ക്വയറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ മുകളിൽ ഒരു 2 ഉണ്ട് ഓൾറെഡി, അതുകൊണ്ടാണ് താഴത്തെ 2 ആയിട്ട് ക്യാൻസൽ ആയി പോകുന്നത്. ഓക്കെ, സോ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന
ഷേപ്പ് ഫംഗ്ഷൻ മെട്രിക്സ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 1/2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ദേ ഫസ്റ്റ് എലമെന്റ് എടുക്കുക 1, അതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സൈനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സൈ സ്ക്വയറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 0 0 പോയി, സൈ × -1 മൈനസ് സൈ സ്ക്വയർ × 1 സൈ സ്ക്വയർ, പിന്നെ 2 കോമൺ ആയിട്ട് പുറത്തുണ്ട്. അപ്പൊ എന്തായി -i + i² / 2. ഫസ്റ്റ് ഷേപ്പ് ഫംഗ്ഷൻ കിട്ടി. ഇനി അടുത്ത ഷേപ്പ് ഫംഗ്ഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? 1 × 0 സൈ × 1 പ്ലസ് സൈ സ്ക്വയർ × 1. അപ്പൊ എന്തായി? സൈ + i² / 2. ഓക്കെ, അതുപോലെ തേർഡ് വൺ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ 3 ഷേപ്പ് ഫംഗ്ഷൻസും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ഈ 3 ഷേപ്പ് ഫംഗ്ഷൻസും നമുക്ക് ആവശ്യമുണ്ട്. ഇത് ദിസ് ഇസ് n1, ദിസ് ഇസ് n2, ദിസ് ഇസ് n3. ഐസോപാരാമെട്രിക് പറയുമ്പോൾ നമുക്ക് ഇത് ആവശ്യം വരും. ഈ n1, n2, n3 എന്ന് പറയുന്നത്. ഓക്കെ, ഷേപ്പ് ഫംഗ്ഷൻസ്. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുക, എന്തിനാ ഈ നാച്ചുറലൈസ്ഡ് കോർഡിനേറ്റ്സിലൊക്കെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഏത്? നമ്മുടെ സാധാരണ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൽ XY ഇതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ ഈ ഐസോപാരാമെട്രിക് വരുമ്പോൾ ഇങ്ങനൊരു കോർഡിനേറ്റിലേക്ക് ഷേപ്പ് ഫംഗ്ഷൻസ് മാറ്റേണ്ട ആവശ്യം എന്ന് ചോദിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ -1 to 1 എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ നോക്കിയായിരുന്നു. -1 to 1 എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? -1 to 1 എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എവിടെയെങ്കിലും ഈ -1 to 1 എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ടോ? എവിടെയെങ്കിലും -1 to 1 എന്ന് പറയുന്ന ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഷേപ്പ് ഫംഗ്ഷൻസ് വരയ്ക്കുമ്പോൾ ഈ 3 ഷേപ്പ് ഫംഗ്ഷൻസും വരയ്ക്കുകയും വേണം കേട്ടോ. വെറുതെ ആൻസർ ചെയ്താൽ മാത്രം പോരാ. ഇപ്പോൾ ഇത് വരയ്ക്കാൻ എളുപ്പമാണ്, നിങ്ങൾക്കറിയാം. അതായത് നോഡ് 1ന്റെ അവിടെ n1ന്റെ വാല്യൂ 1 ആയിരിക്കും, ബാക്കി എല്ലായിടത്തും 0 ആയിരിക്കും. ഇവിടെയും 0 ആയിരിക്കും, ഇവിടെയും 0 ആയിരിക്കും. ഇപ്പോൾ n2 ആണെങ്കിൽ നോഡ് 2ന്റെ അവിടെ മാക്സിമം 1 ആയിരിക്കും, ബാക്കി എല്ലായിടത്തും 0 ആയിരിക്കും. n3 ആണെങ്കിൽ നടുക്കാണ് നോഡ് വരുന്നത്, സോ അവിടെ മാക്സിമം ആയിരിക്കും, ബാക്കി എല്ലായിടത്തും 0 ആയിരിക്കും. ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ട് നമ്മൾ ഈ -1 to 1 എന്ന് പറയുന്ന ആ ലിമിറ്റിലേക്ക് മാറ്റി? ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നിങ്ങളിപ്പോൾ ഷേപ്പ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചതിന്റെ ഈ ഷേപ്പ് ഫംഗ്ഷൻ, ഈ സൈന്റെ വാല്യൂ എന്ന് പറയുന്നത് n1 എന്ന് പറഞ്ഞിട്ട് 1/2 × സൈ -1 എഴുതിയിട്ടില്ലേ? ഈ സൈൻ എടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എത്രയാ? 1. മിനിമം വാല്യൂ എത്രയാ? -1. അതുപോലെ ഇവിടെ അതെ, സൈൻ എടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എത്രയാ? 1. -1 വാല്യൂ എത്രയാ? സോറി 1. മിനിമം വാല്യൂ എത്രയാ? -1. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മൾ ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ? ഇന്റഗ്രേഷന്റെ ലിമിറ്റ് -1 to 1 ഏതില്? യെസ്, ഗോസ് ക്വാഡ്രേച്ചർ. അതായത് ഗോസ് ക്വാഡ് ഇതിന്റെ മെയിൻ ഉത്തരം തന്നെ. അതായത് നമ്മൾ എന്തിനാണ് ഈ ട്രാൻസ്ഫോം ചെയ്യുന്നത് നാച്ചുറൽ കോർഡിനേറ്റ്സിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ഉത്തരം തന്നെ ഇതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൽ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ പലതും ആവാം. ഫോർ എക്സാമ്പിൾ എലമെന്റ് 1 എടുത്തു വിചാരിക്കുക. എലമെന്റ് 1 ഇപ്പോൾ നിങ്ങൾ ഒരു വലിയ ബോഡി എടുത്ത് അതിനെ ഡിസ്ക്രിറ്റൈസ് ചെയ്ത് ഒരുപാട് എലമെന്റുകളാക്കി മാറ്റി. ആ ഓരോ എലമെന്റിന്റെയും ഓരോ നോഡിനും എക്സ് വാല്യൂ, വൈ വാല്യൂ, സെഡ് വാല്യൂ ഒക്കെ ഉണ്ടായിരിക്കും ഇല്ലേ? എക്സ് വാല്യൂസ് ഉണ്ടായിരിക്കും, വൈ വാല്യൂസ് ഉണ്ടായിരിക്കും, സെഡ് വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോ ഈ എക്സ് വാല്യൂസ് ഒക്കെ ഓരോ എലമെന്റിനും വേറെ 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 ആയിരിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഓരോ എലമെന്റ്സിനെയും പോയിട്ട് അതിന്റെ എക്സ് വാല്യൂസ് കണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് വേണം പ്രൊസീഡ് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ഗോസ് ക്വാഡ്രേച്ചർ വഴി -1 to 1 ആക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇന്റഗ്രേഷൻ ലിമിറ്റ് -1 to 1 ആക്കി കഴിഞ്ഞാൽ വെറും ന്യൂമറിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിന്റെ ഇന്റഗ്രൽ വാല്യൂ വെരി ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോ നമ്മുടെ ഒരു ഇപ്പൊ x = 0, x = L എന്ന് പറയുന്ന ആ ലൈനിനെ നമ്മൾ -1 to 1 എന്ന് പറയുന്ന ഒരു ലൈനാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗോസ് ക്വാഡ്രേച്ചർ അപ്ലൈ ചെയ്ത് ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അത് എളുപ്പമാണ്. അപ്പൊ ആ ഗോസ് ക്വാഡ്രേച്ചർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഈ ഒരു സംഭവം വിചാരിച്ചോ. ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ ഷേപ്പ് ഫംഗ്ഷൻസ് കിട്ടി. ഇങ്ങനെ ഒരു ഷേപ്പ് ഫംഗ്ഷൻസ് നമുക്ക് കിട്ടി ഇല്ലേ? പിന്നെ നമുക്ക് ഈ ഷേപ്പ് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഷേപ്പ് ഫംഗ്ഷൻസ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു കിട്ടി ഇല്ലേ? യു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെയിൻ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രെയിൻ മെട്രിക്സിന്റെ ഇക്വേഷൻ എന്താ? സ്ട്രെയിൻ മെട്രിക്സ് ഇസ് ഈക്വൽ ടു du/dx ആണ്. അല്ലെങ്കിൽ du ബൈ, ഇപ്പൊ ഈ കേസ് ആണെങ്കിൽ du/d
ഡി എപ്സൈലൺ ആണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിൻ മെട്രിക്സ് കിട്ടി. ഇനി ആ സ്ട്രെയിൻ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്ട്രെയിൻ മെട്രിക്സ് കിട്ടിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബി മെട്രിക്സ് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ചെയ്യാറുണ്ട്. ബി മെട്രിക്സ് കണ്ടുപിടിച്ച് പിന്നെ നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇന്റഗ്രൽ ബി ട്രാൻസ്പോസ് ഡി ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് എഴുതും ഇല്ലേ. അപ്പൊ കണ്ടോ അവിടെ ഒരു ഇന്റഗ്രൽ വരുന്നുണ്ട്. ആ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ 0 ടു ലെങ്ത് ആണ്. അതിന് പകരം -1 to 1 ആക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു കോർഡിനേറ്റ്സിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ. കാരണം സൈഡ് വാല്യൂ -1 മുതൽ 1 വരെയാണ്. അപ്പോ x ഈക്വൽ ടു 0 to L എന്ന് പറഞ്ഞ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം psi is equal to -1 to 1 ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ സൈന്റെ ടേംസിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റഗ്രൽ വാല്യൂ -1 to 1 ആയി. അപ്പൊ നിങ്ങൾക്ക് ഗോസ് ക്വാഡ്രേച്ചർ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലെവലൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ പറഞ്ഞതാണ് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ രണ്ട് എലമെന്റ്സിന്റെയും നോക്കി വെച്ചോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസോ പാരാമെട്രിക് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഡെറിവേഷനിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഫൈൻ കേട്ടോ. അപ്പോൾ നമുക്കിനി ആ ഐസോ പാരാമെട്രിക് എന്ന് പറയുന്ന ആ ടോപ്പിക്കിലേക്ക് തിരിച്ചു പോവാം. നിങ്ങളുടെ ഐസോ പാരാമെട്രിക് എന്ന് പറയുന്ന മെറ്റീരിയൽ ഒന്ന് എടുക്കണേ. അതിൽ ഐസോ പാരാമെട്രിക് എലമെന്റ് എന്താണ്, പിന്നെ സബ് പാരാമെട്രിക് എന്താണ്, സൂപ്പർ പാരാമെട്രിക് എന്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയത്. ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ രണ്ട് സ്റ്റെപ്പ് ഡെറിവേഷൻസിലേക്ക് പോകാം കേട്ടോ. കൺസെപ്റ്റ് ഞാൻ പറയാം. ഐസോ പാരാമെട്രിക് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പൊ നിങ്ങളൊരു ലൈൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, സിമ്പിൾ ആയിട്ട് ഞാൻ പറയണം, ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ അത് ലൈൻ ആവാം, അതിപ്പോ ഫോർ എക്സാമ്പിൾ CST എലമെന്റ് ആവാം, LST എലമെന്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഒരു ലൈൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ആ ലൈനിന്റെ ജോമെട്രി എനിക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ വേണം ഇല്ലേ. ലൈനിന്റെ കോമൺ ഇക്വേഷൻ എന്താ? നമുക്കറിയാം y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ട് ഇല്ലേ. അതായത് ഇപ്പോ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ് ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 0 0 ആണ്, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 2 4 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈനിന്റെ ഇക്വേഷൻ മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ. 2 പോയിന്റ് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ലൈനിന് വേണ്ടി ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഒരു ഇക്വേഷൻ ഉണ്ട് ഒരു ലൈനിന് അല്ലെ. ആ ലൈനിന്റെ ഷേപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് ആ ഇക്വേഷൻ ആണ്. എനിക്ക് വേണമെങ്കിൽ പറയാം ആ ലൈനിന്റെ ഷേപ്പ് ഫംഗ്ഷൻ ആണ് അതെന്ന് എനിക്ക് പറയാം ഇല്ലേ. സോ ഒരു എലമെന്റിന്റെ ജോമെട്രി ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതിന് നമുക്ക് ഷേപ്പ് ഫംഗ്ഷൻ ഫോർ ദാറ്റ് ജോമെട്രി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഷേപ്പ് ഫംഗ്ഷൻ ഫോർ ദാറ്റ് ലൈൻ ജോമെട്രി, അല്ലെങ്കിൽ ഷേപ്പ് ഫംഗ്ഷൻ ഫോർ ദാറ്റ് ട്രയാങ്കുലർ എലമെന്റ് ജോമെട്രി, അല്ലെങ്കിൽ ഷേപ്പ് ഫംഗ്ഷൻ ഫോർ ദാറ്റ് ക്വാഡ്രിലാറ്ററൽ എലമെന്റ് ജോമെട്രി എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഷേപ്പ് ഡിഫൈൻ ചെയ്യാനായിട്ട് ജോമെട്രി ഉണ്ട്. അതാണ് അവർ ഈ ഇക്വേഷനിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, x is equal to n1-x1 plus n2-x2 എക്സെട്ര അപ് ടു nm-x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ x1 x2 x3 xn എന്ന് പറയുന്നത് എന്താ? ഓരോ കോർഡിനേറ്റ് വാല്യൂ ആണ്. x ഈക്വൽ ടു 0, x ഈക്വൽ ടു 1, x ഈക്വൽ ടു 2, x ഈക്വൽ ടു 3 എന്ന് പറയുന്നതാണ്. അത് വെച്ചുകൊണ്ട് ഐ ക്യാൻ ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ x. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് n1 n2 ഒക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ ഷേപ്പ് ഫംഗ്ഷൻസ് ആണ്. ഈ ഷേപ്പ് ഫംഗ്ഷൻസ് ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് എക്സിന് വേണ്ടിയിട്ട് ഒരു ജനറൽ ഇക്വേഷൻ കിട്ടും, വൈന് വേണ്ടിയിട്ടും അങ്ങനെ കിട്ടും, സെഡിന് വേണ്ടിയിട്ടും അങ്ങനെ കിട്ടും അല്ലെ. അപ്പൊ എനിക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതാം, എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു സം ഷേപ്പ് ഫംഗ്ഷൻ ഇൻടു xn. ഓക്കെ, സം ഷേപ്പ് ഫംഗ്ഷൻ ഇൻടു കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ ഒരു ഷേപ്പ് ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എക്സിന് വേണ്ടി ഒരു ജനറൽ ഇക്വേഷൻ കിട്ടും. ഫൈൻ. അപ്പൊ ഇതാണ് ഷേപ്പ് ഫംഗ്ഷൻ ഫോർ ദ ജോമെട്രി എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടും കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബാർ എലമെന്റ് ആണെങ്കിൽ 1 - x/l എന്ന് പറയുന്നതാണ് നമ്മുടെ ഷേപ്പ് ഫംഗ്ഷൻ അല്ലെ. അതേപോലെ തന്നെ നിങ്ങളുടെ ബീം എലമെന്റിന് ഷേപ്പ് ഫംഗ്ഷൻ ഉണ്ട്, CST എലമെന്റിന് ഷേപ്പ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടും നിങ്ങൾ ഷേപ്പ് ഫംഗ്ഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, നോഡൽ ഡിസ്പ്ലേസ്മെന്റ്സ് അറിയാമെങ്കിൽ. അപ്പോ ഈ രണ്ട് ഷേപ്പ് ഫംഗ്ഷൻസും ഒരേപോലെയാണെങ്കിൽ, അതായത് ഒന്നില്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരേ ഓർഡർ ആണെങ്കിൽ, then that kind of element is called as isoparametric elements. അതായത് the shape function that is used to define the geometry is equal to the shape function that is used to define the displacement, then that is called as an isoparametric element എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഓർഡർ സെയിം ആണെങ്കിൽ, ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? പവർ, എക്സിന്റെ പവർ അല്ലെങ്കിൽ വൈന്റെ പവർ
ഇത് സെയിം ആണെങ്കിൽ then it is called isoparametric element. ഓക്കെ, നിങ്ങൾ നോക്കി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ ആ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, നാച്ചുറൽ കോർഡിനേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നത് എന്താ നോക്കി, എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉണ്ട്. ആ എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റിൽ ഇത് ഇങ്ങനെ ഒരു ചെരിഞ്ഞ ഒരു എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ ചെരിഞ്ഞ ഒരു എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോ പാരാമെട്രിക് എലമെന്റ്സ് ആക്കി അതിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് വൈ കോർഡിനേറ്റ്സിൽ നമ്മൾ ചെയ്യുന്നതിന് പകരം അതിന് നമ്മൾ വേറൊരു കോർഡിനേറ്റ്, നിങ്ങളുടെ സൈ ആൻഡ് എപ്സ, നേരത്തെ ഞാൻ പറഞ്ഞത് സൈ ആയിരുന്നു അല്ലെ, അതിന് പകരമാണ് ഈ ആർ അവരിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് എക്സ് വൈ കോർഡിനേറ്റിൽ ഇങ്ങനെ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ഒരു ബാർ എലമെന്റ് ഉണ്ടെങ്കിൽ ആ ബാർ എലമെന്റിനെ എനിക്ക് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് ഐസോ പാരാമെട്രിക് സ്കെയിലിലേക്ക് മാറ്റാൻ പറ്റും. കണ്ടോ, ഇവിടെ എക്സും വൈയും ഇല്ല, ഇവിടെ ആറും എസും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ സൈയും ഈറ്റ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ കേട്ടോ. ആറും എസും ആണ് ഈ നോട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സൈയും ഈറ്റ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എക്സിന് സൈ, വൈന് ഈറ്റ. ഓക്കെ, എക്സിന് സൈയും വൈന് ഈറ്റയും ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ചെരിഞ്ഞും ഡിസ്റ്റോർട്ടഡുമായിട്ടുള്ള ഇങ്ങനെയുള്ള എലമെന്റ്സിനെ എനിക്ക് ആ നാച്ചുറലൈസ്ഡ് കോർഡിനേറ്റ്സിലേക്ക് മാറ്റുമ്പോൾ അതൊരു റെഗുലർ ഷേപ്പ് ആക്കി എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എനിക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ സോഫ്റ്റ്വെയറിന്. സോ ഇതിനെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു നാച്ചുറൽ കോർഡിനേറ്റ്, നമ്മൾ നാച്ചുറൽ കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നത് സംഭവത്തിനെ മാത്തമാറ്റിക്കലി സിമ്പിൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്ന് ഈ ഒരു സ്പേസിൽ നിന്ന്, അതായത് എക്സ് വൈ സ്പേസിൽ നിന്ന് ഈ ഒരു ജോമെട്രീനെ നാച്ചുറലൈസ്ഡ് കോർഡിനേറ്റിന്റെ സ്പേസിലേക്ക് മാറ്റുമ്പോൾ കുറച്ചും കൂടെ റെഗുലർ ആവും ഷേപ്പ്. ഓക്കെ, അത് മാത്രമല്ല ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് -1 to 1 ആണെന്ന് ഞാൻ പറഞ്ഞു, സൈൻ്റെ ഒക്കെ വാല്യൂ. അപ്പൊ -1 to 1 എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റിലേക്ക് വരുമ്പോൾ ഇന്റഗ്രേഷൻ വളരെ എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഐസോ പാരാമെട്രിക് എലമെന്റ് നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനെ നാച്ചുറൽ കോർഡിനേറ്റ്സിലേക്ക് മാറ്റിയിട്ട് വേണം അനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിവിടെ എവിടെയോ അവർ പറയുന്നുണ്ട്, ദ ഷേപ്പ് ഫങ്ഷൻസ് വിൽ ബി എക്സ്പ്രസ്ഡ് ത്രൂ നാച്ചുറൽ കോർഡിനേറ്റ്സ് ആർ ആൻഡ് എസ്. ആർ ആൻഡ് എസ് എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഈറ്റ ആൻഡ് സൈ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഐസോ പാരാമെട്രിക് എലമെന്റ്സ് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ് അതുപോലെ തന്നെ വൈ എന്നുള്ള പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഈറ്റ ആൻഡ് സൈ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് ഈ 3 ക്ലാസിഫിക്കേഷൻ ആണ്. തിയററ്റിക്കൽ ക്വസ്റ്റൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് സബ് പാരാമെട്രിക്, വാട്ട് ഇസ് സൂപ്പർ പാരാമെട്രിക്, വാട്ട് ഇസ് ഐസോ പാരാമെട്രിക്. ഐസോ പാരാമെട്രിക് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അതായത് ഏത് ഷേപ്പ് ഫംഗ്ഷൻ ആണോ നിങ്ങൾ ജോമെട്രിക്ക് യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് യൂസ് ചെയ്യുന്ന ഷേപ്പ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഐസോ പാരാമെട്രിക്. അല്ലെങ്കിൽ ഏത് ഷേപ്പ് ഫംഗ്ഷൻ ആണോ നിങ്ങൾ ജോമെട്രിക്ക് യൂസ് ചെയ്യുന്നത് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ഓർഡർ ഓഫ് ദ ഷേപ്പ് ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ദ ഡിസ്പ്ലേസ്മെന്റ് ദെൻ ഇറ്റ് ഇസ് കോൾഡ് ഐസോ പാരാമെട്രിക്. സൂപ്പർ പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ ജോമെട്രി കുറച്ചും കൂടെ ഹയർ പവർ ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ കണ്ടോ, പോയിന്റ്സ് ഫോർ ദ കോർഡിനേറ്റ്സ് ആർ ഡിഫൈൻഡ്. അതായത് ഈ ഡോട്ട് എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ജോമെട്രി. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് ഡോട്ടുകൾ ഉണ്ട്. എന്നാൽ സ്ക്വയർ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ പോയിന്റ്സ് ആണ്. അതായത് ജോമെട്രി ഡിഫൈൻ ചെയ്യാനായിട്ട് കൂടുതൽ പോയിന്റ്സ് ഉപയോഗിച്ചിരിക്കുന്നു എന്നർത്ഥം. വേറെ ഡിസ്പ്ലേസ്മെന്റ്സ് ഡിഫൈൻ ചെയ്യാനായിട്ട് അധികം പോയിന്റ്സ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോ പോയിന്റ്സ് കൂടുന്തോറും എന്ത് സംഭവിക്കും, ഓർഡർ ഓഫ് ദാറ്റ് ഇക്വേഷൻ കൂടും അല്ലെ. ഇപ്പോ 1 - x/l ആയിരുന്നു 2 നോഡഡ് ആയപ്പോൾ, 2 നോഡഡ് ആയിരുന്നപ്പോൾ 3 നോഡഡ് ആയപ്പോൾ അതിന്റെ പവർ എന്തായി, x² എന്നുള്ള പവറിലേക്ക് മാറി. x²/l² എന്നൊക്കെയായി അതിന്റെ പവർ. നോഡിന്റെ എണ്ണം കൂടുന്തോറും നിങ്ങളുടെ ഷേപ്പ് ഫംഗ്ഷന്റെ ഓർഡറും കൂടും. ഓക്കെ, അപ്പൊ ജോമെട്രി ഡിഫൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതൽ നോഡ് കൊടുക്കുമ്പോൾ ജോമെട്രി ഡിഫൈൻ ചെയ്യാനുള്ള ഷേപ്പ് ഫംഗ്ഷന്റെ ഓർഡർ വലുതായിരിക്കും. ഓക്കെ, വേറസ് ഡിസ്പ്ലേസ്മെന്റിന് ആകെ 4 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഷേപ്പ് ഫംഗ്ഷന്റെ ഓർഡർ ചെറുതായിരിക്കും. ഓക്കെ, സോ ഓർഡർ ഓഫ് ജോമെട്രി അല്ലെങ്കിൽ ഓർഡർ ഓഫ് ദ ഷേപ്പ് ഫംഗ്ഷൻ ഓഫ് ജോമെട്രി will be greater than order of the shape function of displacement. അതാണ് സൂപ്പർ പാരാമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ഡിഗ്രി ഓഫ് n ഡാഷ് ഇസ് ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് n. ഇത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഷേപ്പ് ഫംഗ്ഷൻ, ഇത് ജോമെട്രിയുടെ ഷേപ്പ് ഫംഗ്ഷൻ, അത് ഗ്രേറ്റർ ആയിരിക്കും. അതിനെയാണ് സൂപ്പർ പാരാമെട്രിക് എലമെന്റ് എന്ന് പറയുക. സബ് പാരാമെട്രിക് എലമെന്റ് ഈ ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും.
ഇവിടെ നോക്കിയേ പോയിന്റ്സ് ഫോർ ദ ഡിസ്പ്ലേസ്മെന്റ് ആർ സ്പെസിഫൈഡ് എന്ന് പറയുന്നത് ആകെ ഒരു 4 ഡിസ്പ്ലേസ്മെന്റ് ഒരുപാട് സ്ഥലത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. കണ്ടോ ഡിസ്പ്ലേസ്മെന്റ്സ് സ്ക്വയർ ആണ് ഡിസ്പ്ലേസ്മെന്റ് 1 2 3 4 5 6 7 8. വെറസ് ഈ ഡോട്ട് എന്ന് പറയുന്നത് കോർഡിനേറ്റ് ആണ്, അതാകെ 4 ഉള്ളൂ അല്ലെ. അപ്പൊ ജോമെട്രി ഡിഫൈൻ ചെയ്യാനായിട്ട് അധികം പോയിന്റ്സ് ഇല്ല, വെറസ് ഡിസ്പ്ലേസ്മെന്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. വിച്ച് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹയർ ഓർഡർ ഇക്വേഷൻ ആയിരിക്കും. ഷേപ്പ് ഫംഗ്ഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹയർ ഓർഡർ ഇക്വേഷൻ ആയിരിക്കും. വെറസ് ഷേപ്പ് ഫംഗ്ഷൻ ഫോർ ജോമെട്രി എന്ന് പറയുന്നത് ഒരു ലോവർ ഓർഡർ ഇക്വേഷൻ ആയിരിക്കും. അതാണ് സബ് പാരാമെട്രി. നിങ്ങൾ നോക്കിയേ, ഡിഗ്രി ഓഫ് എൻ ഡാഷ് അതായത് ജോമെട്രിയുടെ ലെസ് ദാൻ ഡിഗ്രി ഓഫ് എൻ ഏത് ഡിസ്പ്ലേസ്മെന്റിന്റെ അതിനെ സബ് പാരാമെട്രി. ഈക്വൽ ആണെങ്കിൽ ഐസോ പാരാമെട്രി. ജോമെട്രിയുടെ ഗ്രേറ്റർ ആണ് ദാൻ ദാറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ സൂപ്പർ പാരാമെട്രി. കേട്ടോ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഏത് എലമെന്റ് യൂസ് ചെയ്യണം, സബ് പാരാമെട്രിക് യൂസ് ചെയ്യണോ, ഐസോ പാരാമെട്രിക് യൂസ് ചെയ്യണോ, സൂപ്പർ പാരാമെട്രിക് യൂസ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് അനാലിസിസ് വി ആർ ഗോയിങ് ടു പെർഫോം. എന്ത് തരത്തിലുള്ള ജോമെട്രിയാണ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വലിയ മെഷീൻ പാർട്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ അത് മോസ്റ്റ് ഓഫൺ ഏറ്റവും നല്ല എലമെന്റ് എന്ന് പറയുന്നത് ഐസോ പാരാമെട്രിക് എലമെന്റ് ആണ് കേട്ടോ. അപ്പോൾ അതായിരിക്കും യൂസ് ചെയ്യുക. പിന്നെ അത്ര കണ്ട് കോംപ്ലക്സ് അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സൂപ്പർ പാരാമെട്രിക്. അതായത് ജോമെട്രി കുറച്ചും കൂടെ ഡിഫൈൻ ചെയ്യണത് ഇമ്പോർട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സൂപ്പർ പാരാമെട്രിക്. ഡിസ്പ്ലേസ്മെന്റ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സബ് പാരാമെട്രിക്. ഓക്കെ, രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഐസോ പാരാമെട്രിക്. ഫൈൻ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു ഡെറിവേഷൻ. ഇത് ഡെറിവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തില്ലേ, ഈ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡിറൈവ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. നിങ്ങൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഒന്നും ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. അവസാനം ഈ ഇക്വേഷൻ എഴുതി അങ്ങ് നിർത്തിയാൽ മതി കേട്ടോ. ഈ ബി മെട്രിക്സ് കണ്ടുപിടിക്കുന്നവരെ നിങ്ങൾ ചെയ്യണ്ടോ, ബി മെട്രിക്സ് കണ്ടുപിടിക്കുക, ബി മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് നിർത്തുക. ഫൈൻ. അപ്പോ ഇതിന്റെ ഈ ഒരു ഡെറിവേഷൻ ഞാനിപ്പോ പറയാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ മെറ്റീരിയലിൽ ഈ പേജ് എല്ലാവരും എടുത്തു വെച്ചേക്കുക. ഐസോ പാരാമെട്രിക് 2 നോഡഡ് നിങ്ങളുടെ സിലബസിലുള്ളതാണ്. 2 നോഡഡ് ആക്സിയൽ എലമെന്റിന്റെ ഡെറിവേഷൻ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് 2 നോഡഡ് ആയിട്ടുള്ള എലമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 നോഡ് എന്ന് പറയാനായിട്ട് U1 U2 ശരിയല്ലേ, 2 നോഡ്സ് കൊടുത്തിട്ടുണ്ട്. എക്സ് ഡയറക്ഷൻ x1 x2. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഈ ഡയഗ്രത്തിനെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്റെ ഫിസിക്കൽ എലമെന്റ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ x1 x2 U1 U2 എക്സ് ഡയറക്ഷൻ ഹൊറിസോണ്ടൽ ഇതെടുത്തു. ഇതിന് ഞാൻ നേരെ ഐസോ പാരാമെട്രിക് ആയിട്ടുള്ള നാച്ചുറൽ കോർഡിനേറ്റ്സ്, കാരണം ഐസോ പാരാമെട്രിക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ കോർഡിനേറ്റ്സിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാച്ചുറൽ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാനായിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, സെന്ററിൽ നിന്ന് 1 ലെഫ്റ്റിലേക്ക്, സെന്ററിൽ നിന്ന് 1 റൈറ്റിലേക്ക്. ഞാനൊന്ന് സൂം ചെയ്യാം. സെന്ററിൽ നിന്ന് 1 ലെഫ്റ്റിലേക്ക്, സെന്ററിൽ നിന്ന് 1 റൈറ്റിലേക്ക്. 6 എന്നാണ് അവര് എപ്സൈലൺ യൂസ് ചെയ്തിരിക്കുന്ന നൊട്ടേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എപ്സൈലൺ യൂസ് ചെയ്യാം. രണ്ടും ആപ്ലിക്കബിൾ ആണ്. ദർ ഇസ് നോ ഇഷ്യൂ. അപ്പൊ എപ്സൈലൺ റേഞ്ചസ് ഫ്രം -1 to 1 എന്ന് എനിക്ക് എഴുതി കൂടെ. ഈ നടുക്കത്ത് 0 ആയിരിക്കും. അതിന് ഓടാക്കേണ്ട ആവശ്യമില്ല, കാരണം 2 നോഡഡ് ആണ് നമ്മൾ നോക്കുന്നത്. 2 നോഡ്, ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ. നടുക്ക് നോഡ് കൊടുക്കണ്ട. അത് 3 നോഡഡ് പറഞ്ഞാൽ നടുക്ക് നോഡ് കൊടുക്കാം കേട്ടോ. അപ്പൊ അതാണ് അവർ എഴുതുന്ന ആദ്യത്തെ. കൺസിഡർ എ 2 നോഡഡ് ബാർ എലമെന്റ് ആണ്. Shape function used to represent the variation of the displacement of 2 noded element in natural coordinates can be used to describe the geometry of the element in the Cartesian system. അതായത് ശ്രദ്ധിച്ച സ്റ്റേറ്റ്മെന്റിൽ, അതായത് നിങ്ങൾ ഏത് ഷേപ്പ് ഫംഗ്ഷൻ ആണോ യൂസ് ചെയ്യുന്നത് ടു ഡിഫൈൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ നാച്ചുറൽ കോർഡിനേറ്റ്, അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ജോമെട്രിയും ഡിഫൈൻ ചെയ്യാനായിട്ട്. അതാണ് ഐസോ പാരാമെട്രിക് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോ നമ്മളിത് ഐസോ പാരാമെട്രിക് എലമെന്റ് ആണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ദ ഷേപ്പ് ഫംഗ്ഷൻ വിച്ച് ഇസ് യൂസ് ടു ഡിഫൈൻ ദ ഡിസ്പ്ലേസ്മെന്റ്, വി ക്യാൻ ടേക്ക് ദ സെയിം ഷേപ്പ് ഫംഗ്ഷൻ ടു ഡിഫൈൻ ദ ജോമെട്രി. ഓക്കെ, അതാണ് അവർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുന്നത്. നാച്ചുറൽ കോർഡിനേറ്റ്സിലായിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഫൈൻ. അപ്പൊ നമ്മൾ ആദ്യം എഴുതുന്ന സ്റ്റെപ്പ് എഴുതാം. u is equal to n1 u1 plus n2 u2. ഓക്കെ, നമ്മളെപ്പോഴും ഈ FE ഫോർമുലേഷൻ, ഫൈനൈറ്റ് എലമെന്റ് ഫോർമുലേഷൻ ചെയ്യുന്ന സമയത്ത് എഴുതുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ. u is equal to n1 u1 plus n2 u2. അതിൽ n1 ഉം n2 ഉം ഷേപ്പ് ഫംഗ്ഷൻ ആണ്.
n1ഉം n2 ഷേപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരിക്കലും ഐസോ പാരാമെട്രിക് ആണെങ്കിൽ 1 മൈനസ് എക്സ് ബൈ എല്ലും എക്സ് ബൈ എല്ലും എഴുതരുത് കേട്ടോ. കാരണം നാച്ചുറൽ കോർഡിനേറ്റ്സിലുള്ള ഈ ഒരു ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. ഇത് ഓർമ്മയുണ്ടോ ഈ ഇക്വേഷൻ? നിങ്ങൾ നേരത്തെ ഡിറൈവ് ചെയ്ത n1ഉം n2ഉം ഞാൻ ഒന്ന് കാണിക്കാം. ഡേ നിങ്ങളുടെ 2 നോഡഡ് ആയിട്ടുള്ള എലിമെന്റിൽ നിങ്ങൾ ഡിഫൈൻ ചെയ്ത n1 1 മൈനസ് ഐ ബൈ 2 n2 1 പ്ലസ് ഐ ബൈ 2 അതാണ് അവർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 1 മൈനസ് ഐ ബൈ 2 1 പ്ലസ് ഐ ബൈ 2 ദാറ്റ് ഇൻ ടു u1 u2 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു യുവിന്. ഓക്കെ, ആ യുവിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അവർ ചെയ്തിരിക്കുന്നത് ദ ജോമെട്രി ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ്, അവർ ജോമെട്രിക്ക് വേണ്ടി ഒരു ഇക്വേഷൻ ഇതാണ് എക്സ് ഇസ് ഈക്വൽ ടു n1 x1 പ്ലസ് n2 x2. കണ്ടോ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്ത അതേ n1ഉം ഇവിടെ യൂസ് ചെയ്തു. ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്ത അതേ n2 നമ്മൾ ഇവിടെ എക്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടേഷ്യൻ കോർഡിനേറ്റിൽ നമ്മുടെ x1ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഏറ്റവും ലെഫ്റ്റിൽ ഇവിടെ x1ന്റെ വാല്യൂ 0 ആയിരിക്കും, x2ന്റെ വാല്യൂ L ആയിരിക്കും. സോ x1 ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കുക, x2 ഈക്വൽ ടു L എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ n1ന്റെ വാല്യൂ എന്തായിരിക്കും? 1 മൈനസ് ആർ ബൈ 2 അതിവിടെ ഇട്ട് കൊടുക്കുക. x1ന്റെ വാല്യൂ എന്തായിരിക്കും? 0 അതിവിടെ ഇട്ട് കൊടുക്കുക. n2ന്റെ വാല്യൂ എന്തായിരിക്കും? 1 പ്ലസ് ആർ ബൈ 2 അതിവിടെ ഇട്ട് കൊടുക്കുക. x2ന്റെ വാല്യൂ എന്തായിരിക്കും? L അതിവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ x1 0 ആയതുകൊണ്ട് ഈ ടേം വാനിഷ് ആവും. ഇത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, n2 ഇൻറ്റു x2. അതാണ് അവർ x ഈക്വൽ ടു n2 ഇൻറ്റു x2 എന്ന് എഴുതിയിരിക്കുന്നത്. 1 പ്ലസ് ആർ ബൈ 2 ഇൻറ്റു L ഇങ്ങനെ എഴുതും. 1 പ്ലസ് ആർ ബൈ 2 ഇൻറ്റു L ഇത്രയും എഴുതി നിർത്തി. അപ്പൊ എക്സിനൊരു ഇക്വേഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇൻ ടേംസ് ഓഫ് ആർ അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് സൈ എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം. ഓക്കെ, സോ നിങ്ങൾ നോക്കിയ ഓർഡർ സെയിം ഓർഡർ, ആറിന് ഒരു പവറേ ഉള്ളൂ അല്ലെ. നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എടുത്താലും നിങ്ങളുടെ ജോമെട്രിയുടെ ഇക്വേഷൻ എടുത്താലും സെയിം പവർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? എപ്സൈലൺ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ ഫൈനൈറ്റ് എലമെന്റ് ഫോർമുലേഷന്റെ അടുത്ത സ്റ്റെപ്പ് ഇപ്പോഴും വരുന്നുണ്ട് എപ്സൈലൺ കണ്ടുപിടിക്കുക എന്നുള്ളത്, എപ്സൈലൺ എക്സ്. അപ്പൊ എപ്സൈലൺ എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്താ? ഡി യു ബൈ ഡി എക്സ് ആണ്. ഓക്കെ, എപ്സൈലൺ എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പോ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ലേ യു, ഈ യുവില് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ n1ഉം n2ഉം എക്സിന്റെ ഒരു എന്താ പറയാ ഒരു വേരിയബിൾ അല്ല, ആറിന്റെ വേരിയബിളാണ്. എക്സ് ഇല്ല, ആറിന്റെ വേരിയബിൾ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എപ്സൈലൺ എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് എന്ന് എഴുതിയാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഡി യു ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ് എനിക്ക് ഇങ്ങനെ എഴുതാം. ഈ ഡി ആറും ക്യാൻസൽ ആയിപ്പോ, വിച്ച് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് അല്ലെ. അപ്പൊ ഡി യു ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ് ഞാൻ ഈ ഡി യു ബൈ ഡി ആർ ആദ്യം കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഡി യു ബൈ ഡി ആർ. അപ്പോ യു ഇസ് ഈക്വൽ ടു എനിക്കറിയാം ഇതാ ഇവിടെ ഉണ്ട്, യു ഇസ് ഈക്വൽ ടു n1 u1 പ്ലസ് n2 u2 ആണ്. ഓക്കെ, അപ്പോ യു ഇസ് ഈക്വൽ ടു n1 u1 പ്ലസ് n2 u2 ആണെങ്കിൽ ഈ ഡി യു ബൈ ഡി ആർ എന്ന് പറയുന്നത് അതിനെ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്തായി? ഡി ബൈ ഡി ആർ ഇൻറ്റു n1 u1 പ്ലസ് ഡോ ബൈ ഡോ ആർ ഇൻറ്റു n2 u2 എന്നായിട്ട് മാറി. അതായത് ഈ ഒരു ടേമിനെ എനിക്ക് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാം അല്ലെ. ഡി യു ബൈ ഡി ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഡോ ബൈ ഡോ ആർ ഓഫ് n1 u1 പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് n2 u2. ഇനി ഇതിനൊരു മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഡോ n1 ബൈ ഡോ ആർ ഇൻറ്റു ഡോ n2 ബൈ ഡോ ആർ ഇൻറ്റു u1 u2 എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ഇനി അതിൽ ഈ ഡോ n1 ബൈ ഡോ ആറും ഡോ n2 ബൈ ഡോ ആറും എനിക്ക് കണ്ടുപിടിക്കാം, വലിയ പാടൊന്നുമില്ല അല്ലെ. n1 അറിയാം, അതിനെ r വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ നോക്കിയേ, n1 ഇതാണ്, ഇതിനെ r വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഇതിനെ r വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ n1ൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഡോ n1 ബൈ ഡോ ആർ. ഇതിനെ r കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഒരു വട്ടം, എന്തായിരിക്കും ആൻസർ കിട്ടുക? 1 മൈനസ് ആർ ബൈ 2നെ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ
ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറ. എന്തായിരിക്കും ആൻസർ? രഹന, എന്തായിരിക്കും ആൻസർ? 1 മൈനസ് ആർ ബൈ 2 ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ. ആറ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത്. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കട്ടായ? കേക്കണ്ട സാർ. കേക്കണ്ട? ഓക്കെ. അപ്പോ പറഞ്ഞടാ, എത്ര നിങ്ങൾക്ക് കിട്ടാം? 1 മൈനസ് ആർ ബൈ 2 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വട്ടം ആറ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -1/2. യെസ്. 1 പ്ലസ് ആർ ബൈ 2 ഡിഫറൻഷിയേറ്റ് ചെയ്താലോ? +1/2. യെസ്. അപ്പൊ അതാണ് കണ്ടോ, സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു അതാ ഡോ n1 ബൈ, അതായത് ഡോ n1 ബൈ ഡോ ആറും ഡോ n2 ബൈ ഡോ ആറും ഉണ്ട്. ഇതിനെ നമ്മൾ n1 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1/2 കിട്ടും. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 കിട്ടും. അപ്പോൾ -1/2 1/2 u1 u2 എന്ന് നമുക്ക് കിട്ടും. ഫൈൻ. അപ്പൊ നമുക്ക് ഈ എപ്സൈലൻ കണ്ടുപിടിക്കാനുള്ള, എപ്സൈലൻ എക്സ് കണ്ടുപിടിക്കാനുള്ള ഈ ഡോ യു ബൈ ഡോ ആർ കിട്ടി. ഇനി കിട്ടാനുള്ളത് ഈ ഡോ ആർ ബൈ ഡോ എക്സ് ആണ്. അപ്പൊ ഡോ ആർ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നത് എന്താ പറയുക? ആദ്യം എക്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, എക്സ് ഇവിടെ ഉണ്ട്. ഈ ഡോ ആർ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സിൽ നിന്നേ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ നോക്കി, എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആർ ബൈ 2 ഇൻറ്റു എൽ ആണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? എക്സ് എന്ന് പറയുന്നത് ആറിന്റെ ടേംസിലുള്ളതാണ്. അപ്പൊ എനിക്ക് ഡി എക്സ് ബൈ ഡി ആർ കണ്ടുപിടിക്കാം, അല്ലെ? ഡി എക്സ് ബൈ ഡി ആർ കണ്ടുപിടിച്ചതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പൊ നിങ്ങൾ നോക്കി, അടുത്ത സ്റ്റെപ്പ് ഡി എക്സ് ബൈ ഡി ആർ കണ്ടുപിടിക്കും. എക്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആർ ബൈ 2 ഇൻറ്റു എൽ. സോ ഡി എക്സ് ബൈ ഡി ആർ എന്ന് പറയുമ്പോൾ ഇതിനെ ഒരു വട്ടം ആറ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് 1/2 കിട്ടും. 1/2 ഇൻറ്റു എൽ കിട്ടും. അപ്പോ 1/2 ഇൻറ്റു എൽ അല്ലെങ്കിൽ L/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഡി എക്സ് ബൈ ഡി ആർ. അപ്പൊ ഡി ആർ ബൈ ഡി എക്സ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2/L, അല്ലെ? സോ അതാണ് അവർ ചെയ്യുന്നത്. ഡി എക്സ് ബൈ ഡി ആർ എന്ന് പറയുന്നത് L/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ആർ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2/L ആണ്. ഓക്കെ, ഡി ആർ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 2/L. ഈ ഡി ആർ ബൈ ഡി എക്സിന്റെ വാല്യൂ ആണ് അവർ ഇവിടെ കൊണ്ട് സ്ട്രെയിനിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയാൽ ഡി യു ബൈ ഡി ആർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഡി ആർ ബൈ ഡി എക്സ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു 2/L. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് നിങ്ങൾ നോക്കിയേ, ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ്. അതിൽ ഡി യു ബൈ ഡി ആർ ആ മെട്രിക്സ് എഴുതി, ഡി ആർ ബൈ ഡി എക്സ് 2/L അവിടെ എഴുതി. എന്നിട്ട് ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, എപ്സൈലന്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 2/L എല്ലിനെ അവരകത്തേക്ക് എടുത്തിട്ടുണ്ട്, 2ഉം അകത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായി? 2 ക്യാൻസൽ ആയി പോകും, ഈ 2ഉം ക്യാൻസൽ ആയി പോകും, 1/L അകത്തേക്ക് പോകും. സോ എപ്സൈലൺ എക്സ് ഇസ് ഈക്വൽ ടു -1/L 1/L u1 u2 എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കി, സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു സം മെട്രിക്സ് ഇൻറ്റു u1 u2, which means this is called B matrix. ഓക്കെ, അപ്പൊ ബി മെട്രിക്സ് എന്ന് പറയുന്നതാണ് ഈ -1/L 1/L എന്ന് പറയുന്നത്. സോ ബി മെട്രിക്സ് ഈക്വൽ ടു -1/L 1/L എന്ന് എഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു, ഓക്കെ, നമ്മൾ ബി മെട്രിക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ, നമ്മുടെ ഡെറിവേഷൻ കഴിഞ്ഞു. ഈ ബി മെട്രിക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡെറിവേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ജനറൽ ഇക്വേഷൻ എഴുതുക. കെ മെട്രിക്സ് ഇസ് ഈക്വൽ ടു -ഇന്റഗ്രൽ -L/2 to L/2. ഇതാണ് നിങ്ങളുടെ ജനറൽ ഇക്വേഷൻ, അല്ലെ? അതിൽ ഡി വിനെ നിങ്ങൾക്ക് എ ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇത് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ് ആണ്. ഇത് ലീനിയർ എലമെന്റ് ആയതുകൊണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഈ മാത്രം ഇട്ടാൽ. അപ്പൊ ഇയും എയും വന്നു. ഓക്കെ, ഡി എക്സ് ഉണ്ട്. നിങ്ങൾ -L/2 to L/2 ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സ് ആണെങ്കിൽ. ഓക്കെ, നമ്മൾ എക്സിനെ എന്താക്കി മാറ്റി? ആർ എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്തല്ലോ. അപ്പൊ ഈ ഡി എക്സ് എന്ന് പറയുന്നതിനെ ഐ ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ
ഡി എക്സ് എന്ന് പറയുന്നതിനെ എനിക്ക് റീപ്ലേസ് ചെയ്യാം. എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നറിയോ? നിങ്ങൾ നോക്കിയേ, ഈ ഡി എക്സ് ബൈ ഡി ആർ എന്ന് പറയുന്നത് L/2 ആണെന്ന് പറഞ്ഞു ഇല്ലേ? അതിനൊരു പേര് പറയും. ദിസ് ഇസ് കോൾഡ് ജക്കോബിയൻ അല്ലെങ്കിൽ ജെ മെട്രിക്സ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ജക്കോബിയൻ മെട്രിക്സ് അല്ല, ജക്കോബിയൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഡി എക്സ് ബൈ ഡി ആർ. ഈ ജക്കോബിയൻ ആണ് എക്സിനെ ആറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് അല്ലെ? അതായത് ഡി എക്സ് ഇസ് ഈക്വൽ ടു L/2 ഇൻറ്റു ഡി ആർ എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. ഒരു മിനിറ്റ്. ഡി എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി ആർ ഇസ് ഈക്വൽ ടു L/2 എന്ന് എഴുതാം. അപ്പോൾ ഡി എക്സ് ഇസ് ഈക്വൽ ടു L/2 ഇൻറ്റു ഡി ആർ എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ ജക്കോബിയൻ എന്ന് വിളിക്കാം, ജക്കോബിയൻ ഇൻറ്റു ഡി ആർ എന്ന് വേണമെങ്കിൽ എനിക്ക് വിളിക്കാം. അപ്പോൾ അതായത് ഒരു സ്മോൾ ലെങ്ത് ഡി എക്സ് ഉണ്ടെങ്കിൽ അതിനെ ഡി ആറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡി ആറിനെ ഡി എക്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഈ L/2 എന്ന് പറയുന്ന സാധനമാണ് അല്ലെ? അപ്പൊ ഇതിനെയാണ് ജക്കോബിയൻ മെട്രിക്സ് എന്ന് പറയാം, ജക്കോബിയൻ എന്ന് പറയാം. ഈ ജക്കോബിയൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡി എക്സിനെ ഡി ആർ ആക്കാം, ഡി ആറിനെ ഡി എക്സ് ആക്കാം അല്ലെ? അപ്പോ എനിക്കിങ്ങനെ എഴുതാം, ഡി എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി ആർ ഇസ് ഈക്വൽ ടു ജക്കോബിയൻ, അല്ലെങ്കിൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു ജെ ഇൻറ്റു ഡി ആർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ജക്കോബിയൻ ഇൻറ്റു ഡി ആർ എന്ന് എനിക്ക് എഴുതാം. ആ ഒരു റീപ്ലേസ്മെന്റ് ആണ് ഇവരിവിടെ ചെയ്യുന്നത്. ഡി എക്സ് ഇസ് ഈക്വൽ ടു ജക്കോബിയൻ ഇൻറ്റു ഡി ആർ എന്നിട്ട് -1 to 1. കാരണം ഡി ആറിന്റെ ഇന്റഗ്രേഷൻ -1 to 1 വരെയാണ്. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ എഴുതി നിർത്താം. ഇതാണ് നിങ്ങളുടെ എന്താണ് 2 നോഡഡ് ആയിട്ടുള്ള ബാർ എലമെന്റിന്റെ ഐസോപാരാമെട്രിക് ഡെറിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. നിങ്ങൾ ഓക്കെ ആണോ എന്ന് റിപ്ലൈ ചെയ്യുക. ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്തും. അതല്ലെങ്കിൽ ഇതിന് എക്സ്പ്ലനേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ചോദിച്ചോളൂ. ഓരോരുത്തരും നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നുണ്ടെങ്കിൽ. ഡെറിവേഷൻ വായിച്ചു നോക്കുക. അൽത്താഫിനൊക്കെയാണോ? മുഹമ്മദ് അൽത്താഫ്, അൽത്താഫ് അല്ലേ പേര്? അനു കെ സി മനസ്സിലായി. ഓക്കെ. അർജുൻ എം ആർ, അമൽ ജോ. സാർ ഇതിലെ സ്ട്രെയിനിന്റെ അവിടെ ഡോ യു ബൈ ഡോ എച്ച് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തില്ലേ? അതെന്താ സംഭവം? അതായത് ഇതേ നോക്കിയേ, സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. നമ്മുടെ ജനറൽ ഇക്വേഷൻ എപ്സിലോൺ എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ആണല്ലോ. ഓക്കെ, അപ്പോ ഈ ഡി യു ബൈ ഡി എക്സിൽ നമുക്ക് യുവിന്റെ ഇക്വേഷൻ നോക്കാം. യുവിന്റെ ഇക്വേഷൻ നോക്കി, ഇങ്ങനെയാണ് യുവിന്റെ ഇക്വേഷൻ. യു ഇസ് ഈക്വൽ ടു n1 u1 പ്ലസ് n2 u2. ഇതാണ് യുവിന്റെ ഇക്വേഷൻ. ഇതിനെയാണ് എനിക്ക് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ പ്രശ്നം എന്താ, നമ്മൾ ഐസോ പാരാമെട്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷേപ്പ് ഫംഗ്ഷൻസ് എഴുതിയിരിക്കുന്നത് എക്സിന്റെ ടേംസിലല്ല. എക്സിന്റെ ടേംസിലാണെങ്കിൽ എനിക്ക് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഐസോ പാരാമെട്രിക് ആയതുകൊണ്ട് ഇത് കിടക്കുന്നത് 1 - psi/2 അല്ലെങ്കിൽ 1 - r/2 1 + r/2 എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഈ ഡി യു ബൈ ഡി എക്സ് എനിക്ക് ഇതിന്റെ ഡയറക്റ്റായിട്ട് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എക്സിന്റെ ഒന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ ഡിഫറൻഷ്യലിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഡി യു ബൈ ഡി എക്സ് എന്നുള്ളതിനെ ഡി യു ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യും. അതായത് താഴെ ഒരു ഡി ആർ കൊടുത്തു, മുകളിൽ ഒരു ഡി ആർ കൊടുത്തു. മാത്തമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. വിച്ച് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് അല്ലെ? അപ്പൊ ഡി യു ബൈ ഡി എക്സ് എന്ന് എഴുതുന്നത് ഇങ്ങനെയും എനിക്ക് എഴുതാം. അതായത് ഡി യു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് യു എന്ന് പറയുന്നത് ആറിന്റെ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ആറിന്റെ ടേംസിലുള്ള ഇക്വേഷൻ ആണ്. അതുകൊണ്ട് ആറിന്റെ ടേംസിൽ ആദ്യം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എന്നിട്ട് ആറിനെ എക്സ് വെച്ച് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം.
അതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അതായത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് റിലേഷൻ ഓഫ് ആർ. സോ ഫസ്റ്റ് ഐ നീഡ് ടു ഡിഫറൻഷിയേറ്റ് ഇറ്റ് വിത്ത് ആർ ആൻഡ് ദെൻ ഐ നീഡ് ടു ഡിഫറൻഷിയേറ്റ് ആർ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോഴാണ് ആ ഡിഫറൻഷിയേഷൻ കംപ്ലീറ്റ് ആവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം യുവിനെ ആർ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ യു എന്ന് പറയുന്നത് n1 u1 പ്ലസ് n2 u2 ആണ്. അപ്പൊ അതിനെ ആർ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോ ഇൻറ്റു n1 ബൈ ഡോ ആർ, അതായത് ഇത് ഡോ n1 ബൈ ഡോ ആർ u1 പ്ലസ് ഡോ n2 ബൈ ഡോ ആർ u2 എന്ന് എനിക്ക് കിട്ടും. പിന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് മെട്രിക്സ് ആക്കി എഴുതി. എന്നിട്ട് ഞാൻ ഈ n1നെയും n2നെയും ആർ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതാണ് ഈ കാണുന്നത് -1/2 1/2. ഓക്കെ, ഇനി ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞൊരു ടേമും കൂടെ ബാക്കിയുണ്ട്. പക്ഷേ ഈ ഡോ ആർ ബൈ ഡോ എക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടണം, എന്നാലേ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആർ ഈക്വൽ ടു 2x+3 അല്ലെങ്കിൽ ആർ ഈക്വൽ ടു 5x²/2 എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡോ ആർ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. പക്ഷെ ആർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. പക്ഷേ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടോ, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആറിന്റെ ടേംസിൽ എക്സിന് എഴുതിയിട്ടുണ്ട്. അപ്പോ dx/dr എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ എക്സിനെ വേണമെങ്കിൽ ആറിന്റെ ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, dx/dr കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ dr/dx എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ നേരെ റെസിപ്രോക്കൽ അല്ലേ, ഇതിന്റെ നേരെ ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ എക്സിനെ ഞാൻ ആറ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ ആയോ? അതിനെയാണ് നമ്മൾ അതിനെയാണ് നമ്മൾ ജക്കോബിയൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈ dx/drനെയാണ് നമ്മൾ ജക്കോബിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സും കൂടെ എഴുതി കഴിഞ്ഞാൽ ഈ സംഭവം കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ 3 നോഡഡിന്റെയും നമുക്ക് ഒരു ഡെറിവേഷൻ ഉണ്ട്. സെയിം പ്രൊസീജിയർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇതേപോലെ തന്നെ എപ്പോഴും ഒരേപോലെ തന്നെ സ്ട്രെയിൻ മെട്രിക്സ് കണ്ടുപിടിക്കുക, സ്ട്രെയിൻ മെട്രിക്സിൽ നിന്ന് ബി മെട്രിക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് പിന്നെ ഇന്റഗ്രൽ ഓഫ് ബി ട്രാൻസ്പോസ് ഡി ബി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഡി വി പറഞ്ഞ് ഇന്റഗ്രേറ്റ് ചെയ്ത് എക്സ്പെരിമെന്റ് ആ ഒരു ഡെറിവേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ആദ്യത്തെ ഈ കുറെ കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അത് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 3 നോഡഡ് ആണ്. നമ്മുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ x1 x2 x3 എന്നാണ് നമ്മൾ പറയുക. നമ്മളിവിടെ ഐസോ പാരാമെട്രിക് ആയിട്ടുള്ള 3 നോഡഡ് ബാർ എലമെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഐസോ പാരാമെട്രിക് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ നാച്ചുറൽ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതാണ് നിങ്ങൾക്ക് താഴെ കാണിച്ചിരിക്കുന്നത്. r ഈക്വൽ ടു 0, r ഈക്വൽ ടു -1, r ഈക്വൽ ടു +1 എന്നുള്ള ആ ഒരു ബാൻഡിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. x1 x2നെ ഈ ഒരു ബാൻഡിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഫൈൻ. ആ ബാൻഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇക്വേഷൻസ് എഴുതാം. ഈ ഇക്വേഷൻ അവർ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്, കാരണം 3 നോഡർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. എക്സിന്റെ ജനറൽ ഇക്വേഷൻ എന്തായിരിക്കും? a1 പ്ലസ് a2 ഒരു മിനിറ്റ്. ഈ ഇക്വേഷൻ നിങ്ങൾ അവിടെ എഴുതാൻ വരട്ടെ. ഈ ഇക്വേഷൻ എഴുതണ്ട, ഈ ജനറൽ ഇക്വേഷൻ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കറക്റ്റ് കേട്ടോ. അതായത് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഫോർ ജോമെട്രി ആൻഡ് ആക്സിയൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എഴുതാം. x is equal to n1 x1 plus n2 x2 plus n3 x3. u is equal to n1 u1 plus n2 u2 plus n3 u3. നമുക്ക് ആദ്യം ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ u is equal to, ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ. കഴിഞ്ഞ ഡെറിവേഷനിൽ നിന്ന് നോക്കി, നിങ്ങൾ ഡെറിവേഷൻ തുടങ്ങുന്ന ഇതിൽ നിന്നാണ്. u is equal to n1 u1 plus n2 u2. ഇതിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങിയത് അല്ലെ? അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെയും തുടങ്ങാം. u is equal to n1 u1 plus n2 u2 plus n3 u3. ഇവിടെ n3 u3 വരാനുള്ള കാരണം എന്താ? 3 നോഡ് ഉള്ളതുകൊണ്ട് n3 u3 അത് വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് n1 എന്താണ്, n2 എന്താണ്, n3 എന്താണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. കാരണം അതെ, ഈ ഒരു ഡെറിവേഷനിൽ 3 നോഡഡ് ആണെങ്കിൽ n1 n2 n3 എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടോ, n1 is equal to 1/2 into psi minus 1. n2 is equal to 1/2 into psi plus 1. n3 is equal to 1 minus psi square. ഇവിടെ 6 ആണ് നമ്മൾ അവിടെ ആ മെറ്റീരിയലിൽ എഴുതിയിരിക്കുന്നത്. അത്രയുള്ള വ്യത്യാസം. അത് സൈനും ആറൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൊട്ടേഷൻ നിങ്ങൾ യൂസ് ചെയ്തോ, കുഴപ്പമില്ല. കൺവെൻഷൻ ആയിട്ട് സൈ യൂസ് ചെയ്യുന്നു എന്നുള്ളൂ. പിന്നെ ഈ മെറ്റീരിയലിൽ അത് 6 ആക്കി മാറ്റി എന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊന്നും വ്യത്യാസമൊന്നുമില്ല. സോ
ഇവിടെ ഒരു ഓക്കെ, അപ്പോ എവിടെയാണ് അത് വെച്ചത്? യെസ്, n1u1 പ്ലസ് n2u2 പ്ലസ് n3u3 ആണ് u. അത് ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഈ n1 n2 n3. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഷേപ്പ് ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് അങ്ങോട്ട് എടുത്ത് എഴുതാം. ദാ മൈനസ് ആർ പ്ലസ് ആർ സ്ക്വയർ ബൈ 2, നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. മൈനസ് ആർ പ്ലസ് ആർ സ്ക്വയർ ബൈ 2 എങ്ങനെയാണ് കിട്ടിയെന്നറിയാം. ഇത് നോക്കി, ഇത് സൈ സ്ക്വയർ, ഇതാണ് ആർ സ്ക്വയർ, മൈനസ് സൈ. ഓക്കെ, അതാണ് മൈനസ് ആർ. സൈ സ്ക്വയർ മൈനസ് സൈ ഡിവൈഡഡ് ബൈ 2, ഇതാണ് ഫസ്റ്റ് ഷേപ്പ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ ആർ സ്ക്വയർ മൈനസ് ആർ എന്ന് പറയുന്നതാണ് ഒരു ഷേപ്പ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി വേറെ ഷേപ്പ് ഫംഗ്ഷൻ, അടുത്ത ഷേപ്പ് ഫംഗ്ഷൻ എന്തായിരുന്നു? 1 മൈനസ് സൈ സ്ക്വയർ, അത് അവിടെ ആവുമ്പോൾ എന്താവും? 1 മൈനസ് ആർ സ്ക്വയർ, അടുത്ത ഷേപ്പ് ഫംഗ്ഷൻ. ഇനി അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഷേപ്പ് ഫംഗ്ഷൻ സൈ ഇൻറ്റു സൈ പ്ലസ് 1, അതായത് സൈ സ്ക്വയർ പ്ലസ് സൈ ഡിവൈഡഡ് ബൈ 2, അല്ലെങ്കിൽ ആർ സ്ക്വയർ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 2, അതാണ് അടുത്ത ഷേപ്പ് ഫംഗ്ഷൻ. ആർ സ്ക്വയർ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 2, ഇതാണ് മൂന്നാമത്തെ ഷേപ്പ് ഫംഗ്ഷൻ. ഇങ്ങനെ നമുക്ക് ഷേപ്പ് ഫംഗ്ഷൻസ് നമുക്ക് എഴുതാം, n1 n2 n3. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ എന്താ? ഷേപ്പ് ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ എഴുതി, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എഴുതേണ്ടത് യു കഴിഞ്ഞു. യു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ? ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കും. എപ്സൈലൺ എക്സ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്. നേരത്തെ പറഞ്ഞ പോലെ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് ആണ്. കാരണം യു എന്ന് പറയുന്നത് n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3 ആണ്. ആൻഡ് n1 n2 n3 എന്ന് പറയുന്നത് ആറിന്റെ ടേംസിലാണുള്ളത്, എക്സിന്റെ ടേംസിലല്ല. അപ്പൊ നമുക്ക് ഒരിക്കലും ഈ യുവിനെ, അതായത് n1 ഉള്ള ഈ യുവിനെ, n2 ഉള്ള n3 ഉള്ള ഈ യുവിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യം ആറ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആറ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ആറിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതാണ് എഴുതിയിരിക്കുന്നത്. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ക്ലിയർ? അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം ഈ ഡോ യു ബൈ ഡോ ആർ കണ്ടുപിടിക്കണം, ഡോ ആർ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഡോ യു ബൈ ഡോ ആർ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ആ ഡോ യു ബൈ ഡോ ആർ കണ്ടുപിടിക്കാനായിട്ട് ഒരു മിനിറ്റ്, അതിന് മുമ്പ് അവർ ഡോ എക്സ് ബൈ ഡോ ആർ ഡോ എക്സ് ബൈ ഡോ ആർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യം അവർ ഇത് കണ്ടുപിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടാ. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുമല്ലോ. ഓക്കെ, ഡോ യു ബൈ ഡോ ആർ നമുക്ക് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടും. അവരാദ്യം ഡോ എക്സ് ബൈ ഡോ ആർ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഡോ എക്സ് ബൈ ഡോ ആർ കണ്ടുപിടിക്കാനായിട്ട് ഇത് എക്സ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഉണ്ട്, n1 x1 പ്ലസ് n2 x2 പ്ലസ് n3 x3. അതിൽ n1 n2 n3 എന്തായിരിക്കും? സെയിം ഷേപ്പ് ഫംഗ്ഷൻസ് ആയിരിക്കും. കാരണം എന്താ? ഐസോ പാരാമെട്രിക് എലമെന്റ് ആണ് അല്ലെ. നമ്മൾ യു ഡിഫൈൻ ചെയ്യാനായിട്ട് എന്ത് ഷേപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നോ അതേ ഷേപ്പ് ഫംഗ്ഷൻ തന്നെയായിരിക്കണം ഈ എക്സ് ഡിഫൈൻ ചെയ്യാനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഷേപ്പ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോ എക്സ് ഇസ് ഈക്വൽ ടു n1 x1 പ്ലസ് n2 x2 പ്ലസ് n3 x3 നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലെ n1 ഉം n2 ഉം n3 എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും n1 ഉം n2 ഉം n3. അപ്പൊ അതാണ് അവർ ആദ്യം എഴുതുന്നത്. ഓക്കെ, ആദ്യം അവർ ചെയ്യുന്നത് ഈ ഡി ആർ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഈ ഡി ആർ ബൈ ഡി എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ആർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊന്നും തന്നിട്ടില്ല. എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എക്സിനെ നമുക്ക് ആദ്യം ആർ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതാണ് അവർ ആദ്യം ചെയ്യുന്നത്. ഡി എക്സ് ബൈ ഡി ആർ, ജക്കോബിയൻ ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. ഡി എക്സ് ബൈ ഡി ആർ അവർ കണ്ടുപിടിക്കും. അപ്പോ ഡോ ബൈ ഡോ ആർ ഓഫ് n1 x1 പ്ലസ് n2 x2 പ്ലസ് n3 x3, അതായത് ഡോ ബൈ ഡോ ആർ ഓഫ് n1 x1 പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് n2 x2 പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് n3 x3. അതായത് ഈ n1 n2 n3നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ആർ. അതാണ് ആദ്യം അവർ ചെയ്യുന്നത്. ഡോ ബൈ ഡോ ആർ ഓഫ് n1 കണ്ടുപിടിച്ചു, ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ഇതിനെ n1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു ആർ. ഓക്കെ, ആർ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -1 പ്ലസ് 2r എന്ന് കിട്ടും. അത് തന്നെയാണ് അവർ കിട്ടിയത് കേട്ടോ. -1 പ്ലസ് 2r, 1/2 കോമൺ ആയിട്ട്. ഇനി n2 എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 1 മൈനസ് ആർ സ്ക്വയർ. ആർ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -2r എന്ന് കിട്ടും, -2. n3നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് 2 ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 2. കണ്ടോ, 1 പ്ലസ് 2 ഇൻറ്റു ആർ ഡിവൈഡ് ബൈ 2. അപ്പൊ ഈ dx ബൈ dr എന്ന് പറയുന്നത് എനിക്ക് ഈസി ആയിട്ട്
ഇങ്ങനെ എഴുതാം, ഡി ബൈ ഡി ആർ ഓഫ് n1 x1, അതിൽ ഡി ബൈ ഡി ആർ ഓഫ് n1 കിട്ടിക്കഴിഞ്ഞു. അതുപോലെ ഡി ബൈ ഡി ആർ ഓഫ് n2 x2, അതിൽ ഡി ബൈ ഡി ആർ ഓഫ് n2 എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഡി ബൈ ഡി ആർ ഓഫ് n3 x3, അതിൽ ഡി ബൈ ഡി ആർ ഓഫ് n3 എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഡി എക്സ് ബൈ ഡി ആറിനെ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, മെട്രിക്സ് രൂപത്തിൽ ഡി ബൈ ഡി ആർ ഓഫ് n1, ഡി ബൈ ഡി ആർ ഓഫ് n2, ഡി ബൈ ഡി ആർ ഓഫ് n3, x1 x2 x3 എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ജക്കോബിയൻ മെട്രിക്സ് ഇങ്ങനെ എടുത്ത് എഴുതാം. ഓക്കെ, ഈ ജക്കോബിയൻ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഡി എക്സ് ബൈ ഡി ആർ ആണ്. ഓക്കെ, നമുക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കാനായിട്ട് വേണ്ടത് ഡി യു ബൈ ഡി എക്സ് ആണ്. ആ ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി യു ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ് ആണ്. നമ്മളിപ്പോ കണ്ടുപിടിച്ച ജക്കോബിയൻ ഇല്ലേ, അതെന്തുട്ടാ ഡി എക്സ് ബൈ ഡി ആർ. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് ശരിക്കും ആവശ്യമുള്ളത് ഇവിടെ, അല്ലെ? ഡി ആർ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 1 ബൈ ജക്കോബിയൻ ആണ്. 1 ബൈ ജക്കോബിയൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ അടുത്ത സ്റ്റെപ്പ്, ജെ എന്ന് പറയുന്നത് ജക്കോബിയൻ ആണ്. ഓക്കെ, ഈ ജക്കോബിയൻ ആണ് നിങ്ങൾ നോക്കിയേ ഡിസ്ക്രൈബ്സ് ദ ഫിസിക്കൽ ലെങ്ത് ഡി എക്സ് അസോസിയേറ്റഡ് വിത്ത് ദ റെഫറൻസ് ലെങ്ത് ഡി ആർ. അതായത് ഈ ജക്കോബിയൻ ആണ് ഡി എക്സിനെ ഡി ആർ ആക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ ഒരു സ്മോൾ ലെങ്തിന് എക്സ് എനിക്കറിയാമെങ്കിൽ അതിനെ സ്മോൾ ലെങ്തിന് ആർ ആക്കി മാറ്റുന്നത്. എക്സ് പ്ലെയിനിൽ നിന്ന് ആർ പ്ലെയിനിലേക്ക് മാറ്റുന്നത് ഈ ജക്കോബിയൻ എന്ന് പറയുന്ന ഈ സാധനമാണ്. ഓക്കെ, ഇതിന് അതുകൊണ്ട് തന്നെ സ്കെയിൽ ഫാക്ടർ എന്നും പറയും, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഫാക്ടർ എന്നും പറയും. ഓക്കെ, അപ്പോൾ ജക്കോബിയൻ മെട്രിക്സ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ അവർ എഴുതുന്നത്. ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ് ആണ്. ഈ ഡി ആർ ബൈ ഡി എക്സിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, 1 ബൈ ജക്കോബിയൻ അല്ലെങ്കിൽ ജക്കോബിയൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാം. ഇനി അപ്പൊ ഡി യു ബൈ ഡി ആർ കണ്ടുപിടിച്ചാൽ മതി. ഡി യു ബൈ ഡി ആർ കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല, കാരണം ഡി യു ബൈ ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് യു എന്ന് പറഞ്ഞാൽ n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3 ആണ്. അപ്പൊ ഒരു വട്ടം r വെച്ച് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഡോ ബൈ ഡോ ആർ ഓഫ് n1, ഡോ ബൈ ഡോ ആർ ഓഫ് n2, ഡോ ബൈ ഡോ ആർ ഓഫ് n3, u1 u2 u3 എന്ന് കിട്ടും. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ. ജക്കോബിയൻ കണ്ടുപിടിക്കാനായിട്ട് ഈ ഡോ n1 ബൈ ഡോ ആറും ഡോ n2 ബൈ ഡോ ആറും ഡോ n3 ബൈ ഡോ ആറും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു u1 u2 u3 എഴുതും. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തായി? സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ് ആണ്. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഡോ യു ബൈ ഡോ ആറിന്റെ അവിടെ ഇത് മൊത്തം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഡി ആർ ബൈ ഡി എക്സിന് പകരം 1 ബൈ ജക്കോബിയൻ എന്ന് എഴുതാം. നിങ്ങൾ നോക്കിയാൽ അതാണ് എഴുതിയിരിക്കുന്നത്, 1 ബൈ ജക്കോബിയൻ ഇൻറ്റു ഈ ഡി യു ബൈ ഡി ആർ ആണ് ഈ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു സ്റ്റെപ്പ് അങ്ങനെ എടുത്ത്. അപ്പൊ എന്തായി? സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ദിസ് മെട്രിക്സ് ഇൻറ്റു u1 u2 u3. ഓക്കെ, വിച്ച് മീൻസ് ദിസ് മെട്രിക്സ് ഇസ് നത്തിങ് ബട്ട് ബി മെട്രിക്സ്. ആ ബി മെട്രിക്സ് എന്ന് പറയുന്നതാണ് ഈ 1 ബൈ ജക്കോബിയൻ ഇൻറ്റു ഈ മൊത്തം സാധനം. ഓക്കെ, അതങ്ങോട്ട് എടുത്ത് എഴുതുക. എന്നിട്ട് റിപ്പീറ്റ് ദ സെയിം സ്റ്റെപ്പ്. എന്താണ്? കെ മെട്രിക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 ടു എൽ ബി ട്രാൻസ്പോസ് ഇ ബി എ ഡി എക്സ് ആണ്. അതിന് ഈ ഒരു ആർ എന്ന് പറയുന്ന പാരാമീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു ജക്കോബിയൻ ഇൻറ്റു ഡി ആർ എന്നാവും. ഓക്കെ, ആ ജക്കോബിയൻ ഇൻറ്റു ഡി ആർ ആക്കി കഴിഞ്ഞാൽ ഈ ഡി ആറിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് -1 to 1 ആണ്. ഇത്രയും എഴുതി സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ 3 നോഡഡ് ആയിട്ടുള്ള ബാർ എലിമെന്റ്. ഈ 2 സ്റ്റെപ്പ് നിങ്ങൾ എഴുതുന്ന നിർബന്ധമില്ല കേട്ടോ. എക്സ് ഇസ് ഈക്വൽ ടു a1 പ്ലസ് a2 r. ഇതിന്റെ യൂസും വരുന്നില്ല, ഇത് വെറുതെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൽ എഴുതുന്നതാണ്. നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിലല്ല എഴുതുന്നത്, നാച്ചുറൽ കോർഡിനേറ്റ്സിലാണ് ഐസോപാരാമെട്രിക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് വെറുതെ അഡീഷണൽ ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്, ഇത് ആവശ്യം ഇല്ല. ഫൈൻ. എക്സ് ഇസ് ഈക്വൽ ടു a1 പ്ലസ് a2 r പ്ലസ് a3 r സ്ക്വയർ. അങ്ങനെ അതേപോലെ ഈ യു ഇസ് ഈക്വൽ ടു ഈ ഒരു സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ യു ക്യാൻ സേ. അതല്ല അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം.